അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമാണ്. ഇന്ന് രാത്രി ഈ വാക്യത്തോട് ബന്ധപ്പെട്ട് ചിന്തിക്കാൻ പോകുന്ന ഒരു ചെറിയ വിഷയം, ആ പദത്തോട് ചേർന്ന് അറക്കപ്പെട്ട കുഞ്ഞാട്, ദൈവ കുഞ്ഞാട്. ആ കുഞ്ഞാടിന്റെ ചില യോഗ്യതകൾ ആ അധ്യായത്തോടുള്ള ബന്ധത്തിൽ ശാന്തമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അത് നമുക്കെല്ലാം അറിയാം. ഷായി പാസ്റ്റർ ഇഞ്ഞ് വരികയായിരുന്നെങ്കിൽ ഇടയ്ക്ക് ഞാൻ പാടുമ്പോൾ എനിക്ക് പുള്ളിക്ക് ഇങ്ങോട്ട് വരണേ, അവിടെ ഉണ്ടെങ്കിൽ വരണം, ഇല്ലേ തിരിച്ച് വരുമ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കണം. വെളിപ്പാട് പുസ്തകം വളരെ പലർക്കും പരിചിതമായൊരു പുസ്തകമാണ്, വേർപെട്ട ദൈവമക്കൾക്ക്. നമുക്കറിയാം, വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം നിങ്ങൾ എന്തേലും പറ, വെളിപ്പാട് പുസ്തകം. നമുക്ക് ഇന്നൊറ്റ ദിവസവും യോഗമുള്ളൂ. എൻ്റെ അഭിപ്രായം 2-3 ദിവസം അങ്ങ് നടന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, ഈ പന്തലും ഇതുമെല്ലാം കൂടെ കണ്ടിട്ട്. ഒരു ദിവസം ആണെങ്കിലും 3 ദിവസം ആണെങ്കിലും ചില ഏതാണ്ട് ഏകദേശം അടുത്തടുത്താണ്. അപ്പം നീ അത് ഭാരപ്പെടണ്ട, ആയാലും ഇന്നിങ്ങനെ പോട്ടെ. ഈ ദേശത്തുള്ള ദൈവമക്കളിൽ ചിലര് ഒത്തിരി നാൾ കൂടിയിരുന്നായിരിക്കും ഇങ്ങനൊരു കൺവെൻഷനെ ചിലപ്പോൾ സംബന്ധിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുന്നത് എല്ലാവർക്കും അനുഗ്രഹമാകണം, ഉപരി കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം. അപ്പോൾ ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. അങ്ങനെ മൊത്തം 66 പുസ്തകം. പിന്നെ ചിലര് ഈ പുസ്തകത്തിൻ്റെ കൂടെ കുറച്ച് പുസ്തകം കൂടെ 7 വന്ന് 7 ചേർത്തിട്ടുണ്ട്. അതവരെ കാണുമ്പോൾ അറിയുകയും ചെയ്യാം, ചേർത്തൻ്റെ അപാകതകളുണ്ട്. അവരെ വഴി വെച്ച് കണ്ടാലും വണ്ടിയെ വെച്ച് കണ്ടാലും പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ കണ്ടാലും ഈ ചേർത്തതിൻ്റെ പരുവക്കേട് അവരെ കാണുമ്പോൾ അറിയാം. ഏതായാലും 66 പുസ്തകം, അത് വളരെ കൃത്യമായ പുസ്തകങ്ങളാണ്. ഈ പുസ്തകത്തിൻ്റെ ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. ഒരു ദിവസമായതുകൊണ്ട് എല്ലാം പറയണമല്ലോ, അതുകൊണ്ട് ഇന്നെല്ലാം പറയാനാണ് ഞാനും നിൽക്കുന്നത്. 3-4 ദിവസം ആണെന്നേ ഓരോരുത്തർ ഓരോ കാര്യം പറഞ്ഞങ്ങ് പോവുക. ഇപ്പോൾ ഒരു ദിവസമായിട്ട് ഇത് മുഴുവൻ കാര്യവും ഞാൻ പറഞ്ഞേച്ചേ വെക്കുകയുള്ളൂ. ഈ പുസ്തകത്തിൻ്റെ ഒരു വിശേഷത, ഈ പുസ്തകവും കയ്യിലേന്തി എവിടെ നമുക്ക് ചെല്ലാം. ഇപ്പം പിന്നെ പാസ്റ്റർമാർ ചിലർ ഈ പുസ്തകമായിട്ടല്ല നടക്കുന്നത്, മൊബൈലും കൊണ്ടാണ് നടക്കുന്നത്. ഒരു ശവസംസ്കാരത്തിനൊക്കെ അടുത്ത സമയത്ത് ചെന്നപ്പം 90-ാം സങ്കീർത്തനം മൊബൈലിൽ കൂടെ വായിക്കുന്നത്. ഒരു യാത്ര പോകുമ്പോഴോ ഒരു പ്രത്യേക സാഹചര്യത്തിലുമൊക്കെ മൊബൈലിനകത്ത് വാക്യങ്ങളോ നല്ലതാണ്. പക്ഷെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് വരുമ്പോൾ ഉപദേശമാര് വിശേഷിച്ച് നമ്മുടെ ഈ രാജ്യത്തെ ഈ വേദപുസ്തകമായിട്ട് വരുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് വലിയ താല്പര്യമില്ലെന്നാണ് തോന്നുന്നത്. സ്തോത്രം. 90-ാം സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞപ്പോൾ തോണ്ടിയപ്പോൾ അത് കിട്ടുന്നില്ല. ഉള്ളിൽ നിന്ന് കുത്താ പുസ്തകമായിരുന്നേ കിട്ടിയാനും. ആട്ടെ, നമ്മുടെ വിഷയമല്ല. ഏതായാലും ഈ പുസ്തകത്തിൻ്റെ ഒരു വിശേഷത, ഏത് സ്ഥലത്ത് ഈ പുസ്തകവുമായിട്ട് നടന്നിയല്ല. മരണ വീട്ടിൽ പുസ്തകവും പിടിച്ചോണ്ടിയല്ല, കല്യാണം നടക്കുന്ന സ്ഥലത്താണെങ്കിലും ഈ പുസ്തകമായിട്ടല്ല, ഒരു ഓഫീസിൽ ചെല്ലുമ്പോഴും ഈ പുസ്തകം കയ്യിരുന്നാൽ അവരാരും ഒന്നും പറയുകയല്ല. മന്ത്രിമാരെ കാണാൻ എന്തെങ്കിലും കാര്യത്തിന് പോയാൽ ഈ പുസ്തകം ആയിട്ട്, പിണറായി വിജയനെ കാണാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്, ഈ പുസ്തകമായിട്ട് പോകാം, അങ്ങനെ തട്ടിക്കളയത്തൊന്നുമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പോകുമ്പോൾ ഈ പുസ്തകം കയ്യിലിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പം അവിടെ പരിശോധിക്കുന്നവരെ ഇപ്പം നോക്കുമായിരിക്കും, വേറെ പുസ്തകം കണ്ടാൽ അവർ കീറിക്കളയത്തില്ല. എവിടെയും ഈ പുസ്തകമായിട്ടില്ല. ഇതുപോലൊരു പുസ്തകം ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകുകയില്ല. ഈ പുസ്തകം അതിൻ്റെ പവിത്രമായി, യോഗ്യമായി, മാന്യമായി കൊണ്ടു നടന്നാൽ ഒരനുഗ്രഹമാണ്. സാധാരണ ഉപദേശമാർ പറയുന്ന ആ ഭാഷ, ആ കാര്യം ഞാൻ കടമെടുത്തൊന്നുകൂടെ പറയുക, ഇതെടുത്തവർക്ക് ആർക്കും ഒരു ദോഷം വന്നിട്ടില്ല. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇതെടുക്കേണ്ടതുപോലെ എടുത്തവർക്ക് ആർക്കും ഒരു ദോഷം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ലക്ഷക്കണക്കിന് പുസ്തകം ലോറിയെ കയറ്റി കൊണ്ടുപോകുന്ന ഡ്രൈവറുണ്ട്, അവൻ ഗുണപ്പെട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്തെന്ന് പറയേണ്ട കാര്യമില്ല, എടുക്കേണ്ടതുപോലെ എടുത്തവർ. തലച്ചുമടെ ചുമ്മി KP ആനൻ്റെ ഗോഡൗണിൽ കൊണ്ടിട്ട ആളിനെ എനിക്കറിയാം, ഇപ്പം പിന്മാറ്റത്തില്ല. അപ്പം പുസ്തകം എടുത്തവർക്കെല്ലാം ഗുണമെന്ന് ഞാൻ പറയല്ല, ഇത് എടുക്കേണ്ടതുപോലെ നിങ്ങൾക്ക് മനസ്സിലായില്ല.
എവിടെയും ഈ പുസ്തകം കൊണ്ടുചെല്ല. അത്ര ശ്രേഷ്ഠമേറിയ പുസ്തകമാണ് ഈ വിശുദ്ധ ബൈബിൾ. നിങ്ങൾക്ക് ചിലർക്കറിയാം, ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നായി ഈ മാർഗത്തിൽ വന്ന് നമ്മൾ സ്കൂളിൽ പണ്ട് പഠിച്ചിട്ടുള്ളതാ കുചേലവൃത്തം. അപ്പം അതിനകത്ത് രാമപുരത്ത് വാര്യര് ഒരു വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തോട്ടുള്ള യാത്രയിൽ വഞ്ചിക്കകത്ത് യാത്ര ചെയ്തു വന്നപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങ് വരെ ചെല്ലണമല്ലോ വഞ്ചിയല്ലേ, അപ്പോൾ ഒരു കാര്യം വാര്യര് പാട്ട് അങ്ങ് ചമയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ വഞ്ചിക്കകത്തിരുന്ന് ചമച്ച പാട്ടാണ് കുചേലവൃത്തം. വഞ്ചിപ്പാട്ട്, വഞ്ചിപ്പാട്ട് നഥോന്നത വൃത്തമാണ്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാ, കുഴിക്കാലെ സ്കൂളുണ്ടല്ലോ, സ്കൂളിൽ പഠിച്ചതാണ്. അപ്പം അതിനകത്ത് സതീർത്ഥ്യനെ കാണാനായിട്ട് കൂട്ടുകാരൻ ചെല്ലുമ്പോൾ പോയ ഭാഗമാണ്. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചതാ, ചിലക്ക് മനപാഠമാണ്. അപ്പം അതിൽ ഒരു വരിക, മുണ്ടിൽ പൊതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കച്ചത്തിങ്കൽ ഇടുക്കിക്കൊണ്ട്. അതെ, ആറന്മുള ശൈലി വേറെ ശൈലിയാണ് അവർ പാടുന്നത്. ഞാൻ കുട്ടനാട് ശൈലിയാണ്, ഇവിടെ വേറൊരു ശൈലിയാണ്, അത് നല്ലതാ. മുണ്ടിൽ പൊതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കച്ചത്തിങ്കൽ. നിങ്ങളാരും ഒന്നും നിങ്ങൾ വേറെ പുസ്തകം മാത്രമേ വായിക്കുകയുള്ളൂ. ആത്മീയത്തിൻ്റെ പരമകാഷ്ഠയിലിരിക്കുക എല്ലാവരും. എന്നാൽ ഇനിയും അവിടെ ഇരുന്ന് വേണേൽ ശാസിക്കും, അതുകൊണ്ട് വെറുതെ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്തായാലും ആ പൊതിയും പുസ്തകവും എങ്ങനെയാ കൊണ്ടുപോയെന്ന് പാട്ടിനകത്തുണ്ടല്ലോ. ഉറക്കെ പറയണ്ട. എന്നാൽ ഈ പുസ്തകം അങ്ങനല്ല, മാറോട് ചേർത്ത് പിടിച്ച് എവിടെയും കൊണ്ട് നടക്കാം. അത്ര ശ്രേഷ്ഠമേറിയൊരു പുസ്തകമാണ്. ഇതെടുക്കുവാനും എൻ്റെ ഭാഷ പറഞ്ഞ കൊത്തയാന്നിൽ ഇതിൽ നിന്ന് 10 വാക്യം പറയാൻ ഇടയാകുന്നതാ ഏറ്റവും വലിയ ഭാഗ്യം. വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടും തേനിനേക്കാൾ പാതയ്ക്കു ദീപമും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. പാതയ്ക്കു ദീപമും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. പാരിലിതു പോലെ മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല ന്യൂനം. 2 ഭാഗങ്ങളുണ്ടതിലാകവെ 66 പുസ്തകങ്ങൾ. 2 ഭാഗങ്ങളുണ്ടതിലാകവെ 66 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ട് മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. ചിലർക്ക് ഈ പാട്ട് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവർ അവിടെ ഒരു ഉഴപ്പും, അത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം പാടുന്നില്ല. എന്നാലും പാടും. പിന്നെ അവരെയും കൂടെ നമ്മൾ ചിലർക്ക് ഈ ആത്മീയം കയറിയ പിന്നെ പാട്ടൊന്നും വിഷയമല്ല. പക്ഷേ വേദപുസ്തകം പഠിച്ചാൽ വചന ശുശ്രൂഷയ്ക്കും പാട്ടിനും ആരാധനയ്ക്കും പ്രഥമ സ്ഥാനമാണ്. അതിലേറ്റവും ശ്രേഷ്ഠമേറിയ ശുശ്രൂഷ വചന ശുശ്രൂഷ. നമ്മൾക്ക് പ്രയോജനമുണ്ടാക്കുന്ന ഈ ആത്മീക ഗാനങ്ങൾ പാടുന്നത് വളരെ അനുഗ്രഹം തന്നെയാണ്. പിന്നെ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഈ പ്രസംഗിച്ചൊപ്പിക്കാൻ പറ്റാത്തതൊക്കെ പാട്ട് കൂടെ അങ്ങ് പാടി ഒപ്പിക്കുന്നതാണ് നല്ലത്. ഞാൻ പാടുമ്പോൾ ഓർത്താണ് അതെന്നെ കൊണ്ട് പറയാൻ പറ്റാത്തതാ പാട്ട് പാടി അങ്ങ് ഒപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും നമ്മുടെ പോക്ക്. എന്തായാലും ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകം വേറെ ഇല്ല. അതുകൊണ്ട് എവിടെ പോയാലും ഈ പുസ്തകം കയ്യിൽ കണ്ടോണം. കുഞ്ഞുങ്ങൾ കോളേജിലും ഒക്കെ പഠിക്കാനൊക്കെ പോകുമ്പോൾ ആദ്യം വേദപുസ്തകം കൊടുത്തു വിടണം. അല്ലാതെ അവന് മൊബൈൽ മേടിച്ചല്ല കൊടുക്കുന്നത്. അപ്പം മൊബൈൽ അത്യാവശ്യമാണ്. പഠിക്കാൻ പോകുമ്പോഴോ ജോലിക്ക് പോകുമ്പോഴോ വിദേശത്താണെന്നില്ല സ്വദേശത്താണെന്നില്ല എവിടെ പോയാലും ആദ്യം ഒരു വേദപുസ്തകം കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ എൻ്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയില്ല. പിന്നെ കൊച്ചുങ്ങളെല്ലാം എന്നുള്ള പേര് തന്നെ
കൊടുത്തിരിക്കുന്നത്. സകലത്തിന്റെ ഉൽപ്പത്തി, ലോകോൽപ്പത്തി, മനുഷ്യോൽപ്പത്തി, പ്രപഞ്ചോൽപ്പത്തി, ജലോൽപ്പത്തി, ഇവിടെ നോക്കുമ്പോൾ അറിയാമോ, ഇരിപ്പ് കാണുമ്പോൾ അറിയാം പരുവക്കേടായി. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവേ നല്ല അന്ത്യം കിട്ടണം. സ്തോത്രം. അപ്പൊ യാക്കോബിന്റെ മരണം ഉൽപ്പത്തി 49 നല്ല മരണമാണ്. മരിക്കുന്നതിന് മുന്നേ പിള്ളേരെല്ലാം കൂടെ വിളിച്ചു കൂട്ടി പിള്ളേരുടെ കാര്യമെല്ലാം പറഞ്ഞേച്ചാ മരിച്ചത്. ഒന്നും പറയാതെ പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? ഒരക്ഷരം പോലെ അപ്പച്ചൻ അങ്ങനെ പോയത്, ഒന്നും മിണ്ടാതാ പോയത്. അവസാനം ചത്ത് കഴിയുമ്പോൾ പിള്ളേര് വസ്തുവിന് കിടന്ന് അടിയുണ്ടാക്കി. അങ്ങനെയൊക്കെ ഇപ്പം പലയിടത്ത് നടക്കുന്നുണ്ട്. അതുപോലെ ഞാൻ പ്രായമുള്ളവരുടെയൊക്കെ ഉള്ളപ്പം പറയുന്നത്, ഈ ജീവിച്ചിരിക്കുമ്പോൾ അതെല്ലാം കൃത്യം അയക്കണം. പിള്ളേർ 4, 2, 5 ദൈവം തരുന്ന കുഞ്ഞുങ്ങളാണ്. അതൊക്കെ കൃത്യം എഴുതി വെച്ചേക്കണം. കാലശേഷമെന്നേ വെക്കാവുള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ എല്ലാം എഴുതി കൊടുത്താൽ പിള്ളേർ അവസാനം നിന്നെ ആശ്വാസവന്നി കൊണ്ടിടും. അവിടെ യാതൊരു ആശ്വാസവും ഇല്ലെന്നുള്ളതാണ് വേറൊരു ആശ്വാസം. കാരണം ഞാൻ 1-2 പേരോട് ചോദിച്ചും പറഞ്ഞു ഒരു സ്വസ്ഥതയില്ലെന്ന് പറഞ്ഞു. അവിടുത്തെ കുഴപ്പമല്ല, വീടും പിള്ളേരെയൊക്കെ വിട്ട് വന്ന് കിടക്കുന്നത് കൊണ്ടേ അവിടെ ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതല്ല ഞാനിപ്പോൾ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? കാര്യങ്ങൾ നേരത്തെ ക്രമപ്പെടുത്തണം. മൂത്തവൻ ഇത്ര, ഇളയവൻ ഇത്ര, അതെല്ലാം കൃത്യമായിരിക്കണം. എന്നിട്ട് ഒളിവിൽ വെച്ചേക്കണം. കാലശേഷം അങ്ങനെ വെക്കാവുള്ളൂ. എങ്ങനെ? അവൻ പറഞ്ഞു. ആരാ പറഞ്ഞ? മോള് പറയും. ഞാൻ അതിലെല്ലാം പറഞ്ഞു കൊടുക്കുക, അമ്മച്ചിക്കൂടെ പറഞ്ഞു കൊടുക്കുക കാലശേഷം ഒന്ന് വെക്കണമെന്ന്. കൊച്ചുമോളായിരിക്കും, അവർക്ക് അതിൻ്റെ ബോധമുണ്ട്. കാലശേഷം ഇല്ലെങ്കിൽ അത് പരുവക്കേടാകും. ഞാൻ പേരും സ്ഥലവും ഒന്നും വെളിപ്പെടുത്തുന്നില്ല. ആത്മീകരെന്ന് പറയുന്നവർ തന്നെ ആ പ്രശ്നത്തിൽ കിടക്കുക. സ്തോത്രം. അപ്പം മരിക്കുന്നതിന് മുമ്പ് പിള്ളേരെല്ലാം വിളിച്ചു കൂട്ടി കാര്യങ്ങളെല്ലാം കൃത്യം പറഞ്ഞിട്ട് അവിടെ ഒരു പദമുണ്ട്, കാലെടുത്ത് കട്ടിലെ വെച്ച് പ്രാണനെ വിട്ട് ചേർന്നെന്ന. 49:33 അല്ലയോ ലിസിമാമേ? ഒന്ന് വായിച്ചേ. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം, യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം എന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യമെല്ലാം പിള്ളേരോട് പറഞ്ഞു. അല്ലാതെ കണ്ണു മറിഞ്ഞങ്ങ് പോകുമല്ലായിരുന്നു. പിള്ളേരോട് പറയേണ്ട കാര്യമെല്ലാം പറഞ്ഞു. ആജ്ഞാപിച്ച് തീർന്ന ശേഷം അടുത്തത്, അവൻ കാല് കട്ടിലിന്മേൽ എടുത്തു വെച്ച് പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു. നല്ല മരണം ദൈവം യാക്കോബിന് കൊടുക്കും. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരു ദിവസം കർത്താവ് വരാൻ താമസിച്ചാൽ മരണം വഴിയായി പോകും. ഇവിടെ പ്രാർത്ഥിച്ച് മുഖവര പറഞ്ഞപ്പോൾ ഓർപ്പിച്ചല്ലോ, ഈ 2 വർഷം കൊണ്ട്, കോവിഡിന്റെ 2 വർഷം രൂക്ഷതയാ. നമ്മുടെ സ്നേഹിതർ, ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ, സഭാവിശ്വാസികൾ, നമുക്ക് പരിചിതരായ എത്രയോ പേര് കടന്നുപോയി. അഗാധമായ ദുഃഖം പലർക്കുമുണ്ട്. നമ്മൾ വിശുദ്ധരും മിടുക്കരുമായത് കൊണ്ടല്ല ഇവിടെ ആയുസോടിരിക്കുന്നത്. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ ശരിയാകാൻ ദൈവം നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. അവരെയൊക്കെ ഒരു പരുവത്തിന് അങ്ങ് കൊണ്ടുപോയി. നമ്മൾ പരുവക്കേടായതുകൊണ്ട് പിന്നെ ഒരു കൊല്ലവും കൂടെ ഇരുത്തിയിരിക്കുക. അപ്പോൾ ഈ ഇന്ന് രാത്രി യോഗം കൊണ്ട് ഒന്നുകൂടെ ക്രമീകരണം പ്രാപിക്കണം. കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങണം. മരണം പിടികൂടും. ഏത് സമയത്തും മരണം നിന്നെ പിടികൂടും. മരണത്തിന് ആർക്കും ഒഴിയാവതല്ല. മനുഷ്യന്റെ ജീവിതം ക്ഷണികമാണ്, ക്ഷണഭങ്കുരമാണ്. അത് എടുത്തച്ഛൻ പണ്ട് സ്കൂളിൽ പഠിച്ചതാ. ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്, ഭോഗങ്ങളോരോ ക്ഷണപ്രഭാ ചഞ്ചലം, മിന്നൽ പോലെ ക്ഷണപ്രഭ. ഭോഗങ്ങളോരോ ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമായുസുമോർക്ക നീ. നമ്മുടെ ആയുസ് വേഗം പോകുന്നതാ. ഭോഗം സുഖം. ഭോഗങ്ങളോരോ ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമായുസുമോർക്ക നീ. വക്കിനി സംതപ്ത ലോകസ്ഥാമ്പു ബിന്ദുനാ സന്നിപം മർത്യജന്മം ക്ഷണഭങ്കുരം. മായാമയമായി പരിണാമിയായ ഒരു കായം, ഈ ശരീരമേ മായാമയമായി പരിണാമിയായ ഒരു കായം, വികാരിയായുള്ള നിതുദ്രുവം ദേഹോഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന് നീ മാനസതാരം നിരൂപിച്ചതും തവജ്ഞാനമല്ലാകിതെന്നറിയുന്നില്ല. ലക്ഷ്മണോപദേശമാണ്. ചക്ഷുശ്രവണ കലസ്തമാൻ ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാകിന പരിഗ്രസ്തമാൻ ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. അതൊക്കെ വ്യാഖ്യാനിച്ചാൽ നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായമാണ്. പിന്നെ നമ്മൾ പെന്തിക്കോസുകാർ കുത്തിയിരുന്ന് ശാസിക്കും, പുള്ളി ഈ ഹിന്ദുമാർഗത്തിൽ നിന്ന് വന്നതിൻ്റെ ബന്ധനങ്ങളായതല്ല. അതൊന്നും ഇതുവരെ അഴിക്കൊന്നും വേണ്ട, അവിടെ അടങ്ങിയിരുന്നാൽ മതി. മനസ്സിലാക്കി തരാം. ചക്ഷുശ്രവണ കലസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാകിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. അർത്ഥം, ചക്ഷുശ്രവണൻ എന്ന് പറഞ്ഞാൽ പാമ്പ്, സർപ്പം, ഉരകം, സരീസൃപം എന്നൊക്കെയാ സൈമൺ സാറ് കൊടുത്തേക്കുന്നത്. ഭുജകേന്ദ്രൻ, സരീസൃപം,
സ്വഭാവം അനുസരിച്ചാണ് പേരും വരുന്നത്. അപ്പൊ ചക്ഷുശ്രവണൻ പാമ്പ്, ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം, ഗളം കഴുത്ത്. അപ്പൊ അർത്ഥം ഇത്രയേ ഉള്ളൂ, പാമ്പിന്റെ വായിൽ തവള ഇരിക്കുക, ദർദുരം തവള. അപ്പൊ തവള ഇങ്ങനെ ചാടി ചാടി പോയപ്പോൾ പാമ്പ് അവിടെ ഇരിക്കുകയായിരുന്നു. പാമ്പ് ഒരു പിടുത്തം പിടിച്ച് വിഴുങ്ങുക തവളെ. രണ്ട് കാലും വയറിന്റെ ഏതാണ്ട് ഈ ഭാഗം വരെ പാമ്പിന്റെ വായിലാണ്. ചക്ഷുശ്രവണൻ പാമ്പ്, ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം തവള, ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം. അപ്പൊ പാമ്പ് ഈ തവളെ വിഴുങ്ങി രണ്ട് കാലും ഏതാണ്ട് ഈ ഭാഗം വരെ പാമ്പിന്റെ വായിക്കകത്ത്, അതിനൊരു അല്പം കൂടി ഉള്ള അകത്തോട്ട് പോകാൻ. അപ്പൊ അങ്ങനെ തവള ഇരിക്കുമ്പോഴും തവളയുടെ മുന്നിൽ കൂടെ ഒരു മിന്ത് പോയാൽ ചാടി പിടിക്കുക. ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ അവന്റെ മുക്കാലും മറ്റവന്റെ വായിക്കകത്താ. മനസ്സിലാകുന്നുണ്ടോ? ഉക്രൈനിൽ യുദ്ധം നടക്കാതിരിക്കട്ടെ, നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നടക്കട്ടെ. അതാണ് നമ്മളെ ഏൽപ്പിച്ചത്, അത് പ്രാർത്ഥിക്കണം. പക്ഷേ ഈ പുസ്തകം പഠിപ്പിക്കുന്നത് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും എല്ലാം ഉണ്ടാകും, നടക്കും, നടക്കണം. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അവിടെയാന്നോർത്ത് കുഴിക്കാല, നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേരിന് കുഴിക്കാല ഇടിങ്ങാറ്റമാണല്ലോ. കുഴിക്കാലെ വരികയാണെന്ന് പേര് തന്നെ കേൾക്കുമ്പം പേടിക്ക് സാധ്യതയുള്ളതാ. എന്തുവാ? മനസ്സിലായല്ലോ? ഏത് സമയത്ത് എന്തും സംഭവിക്കാം. ഒന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ വരവ്, ഇല്ലെങ്കിൽ വല്ലാത്ത സംഭവങ്ങൾ നടക്കാൻ പോവുകയാ. അപ്പൊ ഇതിന്റെ നടുവിൽ നാം ചെയ്യേണ്ടത് ദൈവത്തെ ഭജിച്ച് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ച് രക്ഷിക്കപ്പെടാത്ത പ്രിയപ്പെട്ടവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് വിശ്വസ്തരായി ജീവിക്കണം. അതിനാ ദൈവം നമുക്ക് അവസരം തരുന്നത്. അപ്പൊ ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ പാമ്പിന്റെ വായിൽപ്പെട്ട തവള തന്റെ മുന്നിൽ കൂടെ പറന്നു പോകുന്ന മിന്തിനെ പ്രാണിയെ ചാടി പിടിക്കുന്നത് പോലെ കാലാഹിനാപരിഗ്രസ്തമായ ലോകവും കാലമാകുന്ന അഹി പാമ്പ്, കാലമാകുന്ന പാമ്പിന്റെ വായിൽപ്പെട്ട് ഈ ലോകം ആലോല ചേതസ ഭോഗം തേടുക, ലോകം സുഖത്തിന് ഓടുക. മദ്യം കുടിക്കാനും പുകവലിക്കാനും ലഹരി പദാർത്ഥത്തിന് അടിമപ്പെടാനും മറ്റു പാപ മ്ലേച്ഛതകൾക്ക് സമയം കണ്ടെത്തി അതിൽ രസിച്ച് മുഴുകാനുള്ള സമയമല്ല. നീ അല്പസമയം കിട്ടിയാൽ യേശുവിനെ ആരാധിക്കണം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തുനാമം. എല്ലാ നാമത്തിലും മേലായ നാമം. കൈയടിച്ച് ഓ എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ആമേൻ. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ആമേ ശ്രീ യേശു നാമം അതിശയ നാമം. ഓ ഏഴ് എനിക്കിമ്പ നാമം. ആമേ ശ്രീ യേശു നാമം അതിശയ നാമം. ഏഴ് എനിക്കിമ്പ നാമം. ഓ ശ്രീ യേശു നാമം അതിശയ നാമം. ഏഴ് എനിക്കിമ്പ നാമം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, ഏത് സമയത്തും മരണം എന്നെ നിങ്ങളെയും പിടികൂടും. ആ മരണത്തിന്റെ തണുത്ത കരമെന്ന് തലോടുന്നതിന് മുമ്പ് നീ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മരിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്ത് ആർക്കും ആരെയും സ്വർഗത്തിൽ വിടാനൊക്കത്തില്ല. ഞങ്ങൾ ഉപദേശിമാർ വന്ന് പ്രസംഗിച്ചത് കൊണ്ടോ, IPCയുടെ പ്രസിഡന്റ് വന്നതുകൊണ്ടോ, അസംബ്ലി സൗഡിന്റെ സൂപ്രണ്ട് വന്നതുകൊണ്ടോ, ചർച്ച കൊണ്ട് ഓവർസിയർ വന്നതുകൊണ്ടോ, ഇനി വലിയ വലിയ പാസ്റ്റർമാരോ അച്ഛന്മാരോ ആര് വന്നാലും സ്വർഗത്തിൽ പോകുകയില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഉറപ്പിക്കണം. അതിനായി അവസരം ദൈവം തരുന്നത്. അന്നേരം എൻ്റെ ഭാഷ പറഞ്ഞാൽ ഉഴപ്പിത്തല്ലേ നടക്കരുത്. നല്ല അവസരം ദൈവം ഇന്ന് രാത്രി നമുക്ക് തന്നിരിക്കുക. ദൈവമക്കൾ ഒന്നുകൂടെ സമർപ്പിക്കണം. ഇതുവരെയും രക്ഷിക്കപ്പെടാത്തവർ ഇന്ന് രാത്രി രക്ഷിക്കപ്പെടണം. ഇതുവരെയും വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടാത്തവർ ഇന്ന് രാത്രി തീരുമാനമെടുക്കണം. ആത്മസ്നാനം പ്രാപിക്കാത്തവർ ഇന്ന് രാത്രി അതിനായിട്ട് വാഞ്ചിക്കണം. ദൈവം നിന്റെ മേൽ പകരും. പ്രൈസ് ദി ലോർഡ്. അതെ, അപ്പൊ ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം, ഒടുവിലത്തെ 2 അധ്യായം 2 മരണമാണ്. ഒന്ന് യാക്കോബിന്റെ മരണം, 2 യോസഫിന്റെ മരണം. 2 നല്ല മരണമാണ്. യോസേഫ് മരിക്കുന്നതിന് മുമ്പ് സഹോദരന്മാരോട് വിളിച്ചു പറഞ്ഞു, പിന്നെ ഞാൻ മരിക്കാൻ പോവുക, ദൈവം നിങ്ങളെ സന്ദർശിക്കും. അങ്ങനെ സന്ദർശിക്കുമ്പോൾ ഈ മിസ്രൈമിൽ നിന്ന് നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്, നിങ്ങളെ കനാനിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ അസ്ഥിയും കൂടെ ഇവിടുന്ന് എടുത്തുകൊണ്ട് അങ്ങ് പോകണം. കാരണം ഞാൻ ഇവിടെ ജീവിച്ചെങ്കിലും ഇവിടുത്തുകാരനല്ല, ഞാൻ അവിടുത്തുകാരനാണ്.
ദീർഘവർഷങ്ങൾ മിസ്രയീമിൽ താൻ പാർത്തുവെങ്കിലും ആ പറഞ്ഞതിൻ്റെ ആശയം ഞാൻ ഇവിടെ വസിച്ചെങ്കിൽ ഇവിടുത്തുകാരനല്ല, ഞാൻ അവിടുത്തുകാരനാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് തന്നിരിക്കുന്ന ദൈവമക്കൾക്ക് വിശേഷ പദങ്ങളുണ്ട്. അതിലൊരു പ്രയോഗമാണ് നമ്മൾ പരദേശികളാണ്. പത്രോസ് ആ കാര്യം വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, പ്രവാസികളും പരദേശികളും. നാം പരദേശികളാണ്. അതുകൊണ്ട് എപ്പോഴും ഓർക്കണം, നമ്മുടെ സ്വദേശം ഇവിടല്ല, നമ്മുടെ സ്വദേശം അങ്ങ. ഈ ചിന്താഗതിയോടെ വേണം ജീവിതം ആമേൻ കൊണ്ടുപോകാൻ. യോസേഫ് എന്നാ പറഞ്ഞത്, ഞാൻ മരിക്കും, ദൈവം നിങ്ങളെ സന്ദർശിക്കും. അപ്പോൾ മിസ്രയീമിൽ നിന്നും കനാനിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ അസ്ഥിയും കൂടെ കൊണ്ടുപോകണം. 2 മരണ ഉൽപ്പത്തി നടന്നു, 2 നല്ല മരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയരെ, മരിക്കുന്നതിന് മുമ്പ് ആമേൻ എന്നും പ്രാർത്ഥിച്ചോണം നല്ല അന്ത്യം കിട്ടാൻ. കർത്താവിന് മഹത്വം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ മരണം, എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്നത് ഇനി മരണം ഉണ്ടാകുകയില്ലെന്നാണ്. അപ്പോൾ ഉൽപ്പത്തിയും വെളിപ്പാടും താരതമ്യ പഠനം നടത്തുമ്പോൾ ധാരാളം കാര്യം നമുക്ക് പഠിക്കാൻ പറ്റുമോ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇന്ന് രാത്രി സമയം പോകുന്നല്ലോ. വായിച്ച തിരുവെടുത്ത് 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമാണ്. അറുക്കപ്പെട്ട കുഞ്ഞാട്. ആ കുഞ്ഞാടിന്റെ യോഗ്യതകളെ പറ്റി അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഇന്ന് രാത്രി നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. നമുക്കറിയാം, ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങളാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവർ ഇവിടെ ഉണ്ട്. അവർക്ക് ഈ കാര്യം നന്നായിട്ട് അറിയാൻ പാടില്ലാത്ത ആരേലും കേൾക്കുന്നെങ്കിലോ ഇതിന് ശേഷമായി ശ്രദ്ധിക്കുന്നെങ്കിൽ അവരുടെ അറിവിനായി ഇത് പറയുന്നത്. വെളിപ്പാട് പുസ്തകം വളരെ പരിചിതമായ പുസ്തകമാണ് ദൈവമക്കൾക്ക്. 22 അധ്യായങ്ങൾ. ഓരോ അധ്യായവും വേഗത്തിൽ പഠിപ്പാൻ വേദപഠിതാക്കൾ അധ്യായത്തെ ഓരോ വിഷയങ്ങളായിട്ട് അപഗ്രഥിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സാധാരണ നാം പഠിക്കുന്നത് 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു, 2, 3 അധ്യായത്തിൽ 7 സഭയ്ക്കുള്ള ദൂത്, 4-ാം അധ്യായം വിവാദ അധ്യായമാ ചിലർക്ക് അവർ പറയുന്ന സഭ ഇവിടെ കാണുമെന്ന് പറയുന്നു, ചെല്ല് കാണുകയായിരുന്നു. എന്നാൽ 4-ാം അധ്യായത്തിൽ സഭ ഇവിടുന്ന് മാറ്റപ്പെടുക. ഇവിടെ സഭ മഹോദരത്തിൽ കൂടെ സഭ പോകുകയല്ല. പോകുന്നെന്ന് പറയുന്നവരുണ്ട്, അവർ പോകട്ടെ, നമുക്ക് പോകണ്ട. ചെല്ല് പറയുന്നത് പകുതി കഴിഞ്ഞേ പോകുവോളെന്നാ. പകുതി വരെ തല്ല് മേടിച്ചേച്ചേ പകുതി കഴിഞ്ഞ് പോകണമെന്നാ. ചെല്ല് പറയുന്നത് പകുതിയല്ല, 3/4 തല്ല് മേടിച്ച് ഒടുവിൽ പോകുന്നെന്നാ. എന്തായാലും ദൈവമക്കളോടൊരു കാര്യം പറയാം, ദൈവസഭ മഹോദ്രവത്തിൽ കൂടെ പോവുകയല്ല. മഹോദ്രവത്തിൽ കൂടെ ദൈവസഭ പോവുകയല്ല. ഉപദ്രവങ്ങളിൽ കൂടെ പോകും, പക്ഷേ അത് സഭ തുടങ്ങിയപ്പോൾ മുതൽ ഉപദ്രവം ഉണ്ടല്ലോ. ഉപദ്രവത്തിൽ കൂടെ ഇപ്പോൾ ഉപദ്രവത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയല്ലോ. എല്ലാവരും ഉപദ്രവത്തിൽ കൂടെ. പക്ഷെ മഹോദ്രവത്തിൽ മഹാപീഠയിൽ കൂടെ സഭ പോവുകയല്ല. അപ്പം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ പഠിപ്പീരല്ല. അതിന് പിന്നെ അത് പഠിക്കുന്ന നല്ലതാണ്, കാരണം അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. പക്ഷെ ദൈവസഭ മഹോദ്രവത്തിൽ കൂടെ പോവുകയല്ല. എന്തായാലും കൊള്ളാം. 4-ാം അധ്യായത്തിൽ സഭ എടുക്കപ്പെടുകയാണ്. 5-ാം അധ്യായത്തിൽ വീണ്ടെടുപ്പിന്റെ ഗാനമാണ്. 6-ാം അധ്യായത്തിൽ ആ വീണ്ടെടുപ്പിന്റെ ഗാനം ഭൂമിയുടെ വീണ്ടെടുപ്പാ. ആ ഒരു പുസ്തകം കാണുന്നു, മുദ്ര കാണുന്നു, മുദ്ര പൊട്ടിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ ആ ഭാഗത്തേക്ക് വരും. അപ്പോൾ 6-ാം അധ്യായത്തിൽ ഈ മുദ്ര പൊട്ടിക്കുന്ന കുഞ്ഞാട്. 7-ാം അധ്യായത്തിൽ 144,000 പേരെ നമ്മൾ ദർശിക്കുന്നു. 8-ാം അധ്യായത്തിൽ ക്രോധകലശങ്ങൾ ഒഴിക്കുന്നതായിട്ട് കാണുന്നു. 9-ാം അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതന്മാർ അഴിച്ചുവിടുന്നതായിട്ട് കാണുന്നു. 10-ാം അധ്യായത്തിൽ ചെറു പുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നതായിട്ട് ദർശിക്കുന്നു. 11-ാം അധ്യായം അതും വിവാദമാണ്. 2 സാക്ഷികൾ, ഏലിയാവും മോശയാന്ന് പറഞ്ഞു, ഏലിയാവും ഹാനോക്കും, അതും തർക്കമാണ്. ഈ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. 2 സാക്ഷികളെ നിങ്ങൾക്ക് കണ്ടാൽ മതി, ആരേലും ആയിക്കോട്ടെ. എന്തായാലും ഹാനോക്ക് എന്നുള്ളത് അല്ലെന്നുള്ളത് തെളിവാണ്. ദൈവത്തിന് മഹത്വം. ഒരാരുമല്ല, 2 സാക്ഷികൾ എന്നേ ഉള്ളൂ. എന്തായാലും 11-ാം അധ്യായത്തിൽ 2 സാക്ഷികൾ. 12-ാം അധ്യായം സൂര്യധാരണിയായ സ്ത്രീ, അതും ചിലരുടെ ഇടയിൽ വിവാദമുള്ള വിഷയമാണ്, അതും ഞാൻ തൊടുന്നില്ല. 13-ാം അധ്യായത്തിൽ ഘോരവും ഭയങ്കരമായൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. 14-ാം അധ്യായം 144,000 പേര് സിയോൻ മലയിൽ കുഞ്ഞാടിനോട് കൂടെ. 15-ാം അധ്യായത്തിൽ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി വൈണികന്മാർ വീണ പിടിച്ച് പളങ്ക് നദിയുടെ തീരത്ത് നിന്ന് പാടി പരമപിതാവിനെ മഹത്വപ്പെടുത്തുന്നു. 16-ാം അധ്യായത്തിൽ ക്രോധകലശങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ട് ഒടിക്കുന്നു. 17-ാം അധ്യായത്തിൽ മർമ്മം മഗതിയാം ബാബിലോൺ എന്ന് പറഞ്ഞാൽ എതിർക്രിസ്തുവിന്റെ മണവാട്ടി എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. 18-ാം അധ്യായം വാണിജ്യ ബാബിലോണിന്റെ അധപതനം. 19-ാം അധ്യായം ദൈവമക്കളുടെ പ്രത്യാശ ഒന്നുകൂടെ വർദ്ധിക്കുന്നതാ, കുഞ്ഞാടിന്റെ കല്യാണം. 20-ാം അധ്യായം 1000 ആണ്ട് വാഴ്ച. 21-ാം അധ്യായം പുത്തൻ യെരൂശലേം, അത് നമ്മുടെ പ്രത്യാശ നന്നായിട്ട് വർദ്ധിക്കുന്നതാ, പുത്തൻ യെരൂശലേം. 22-ാം അധ്യായം വേണമെങ്കിൽ ഇങ്ങനെ കൊടുത്തു, നിത്യതയിലേക്ക് കയറുക. ഇങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം ഓടിച്ച് നമ്മളൊന്ന് അപഗ്രഥിച്ച് പഠിക്കുന്നത്. അതെ, 5-ാം അധ്യായം 12-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. 1, 2, 3 അധ്യായത്തിൽ നിന്ന് 4 അധ്യായത്തിൽ ഓടിച്ചൊന്ന് ചിന്തിച്ച് 5-ൽ കയറി എടുത്ത വാക്യത്തോട് ബന്ധപ്പെട്ട് അറക്കപ്പെട്ട കുഞ്ഞാടിനെ ചില യോഗ്യതകൾ പറഞ്ഞ് നിർത്തുവാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. 1-ാം അധ്യായം നമുക്കറിയാം, തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് എന്ന ദ്വീപിൽ നാട് കടത്തപ്പെട്ടവനായി കിടക്കുക. യോഹന്നാൻ നാട് കടത്തപ്പെട്ടത്, നാട്ടിൽ നിന്ന് പോയത്, അതാ നല്ലത്. യോഹന്നാൻ നാട് വിട്ടത്, നാട്ടിൽ നിന്ന് പോയത്, അതിന് തർക്കമുണ്ടായി പോയതല്ല. സഹോദരങ്ങളുമായിട്ട് അടിയുണ്ടാക്കി നിക്കക്കളി ഇല്ലാതെ പോയതല്ല.
അയലത്തുകാരനുമായിട്ട് വാക്കേറ്റം ഉണ്ടായി അവനെ കത്തിക്ക് കുത്തിയേച്ച് ഉണ്ടയിട്ട് പോയതല്ല. അങ്ങനെയൊക്കെ പോയ ധാരാളം ആൾക്കാർ പല നാട്ടിലും ഉണ്ട്. അവരൊക്കെ പിന്നീട് വലിയ ആൾക്കാരായിട്ടൊക്കെ വന്ന് സ്റ്റേജിൽ നിന്നൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. അമ്മയെ കുത്തിക്കൊന്ന പുള്ളിയാണ് ഇപ്പോൾ സാക്ഷ്യം നന്നായിട്ട് പറയുന്നത്. നമ്മളും പറയും ഭയങ്കര സാക്ഷ്യമാണ്. എന്തുവാ പറ്റതല്ല ഒറ്റ കുത്തിന്. നമ്മുടെ ജോർജ് കുട്ടിക്ക് സാക്ഷ്യമൊന്നുമില്ല. അമ്മയ്ക്ക് വെള്ളം കൊടുക്കുന്നവനാ. അമ്മയ്ക്ക് വെള്ളം കൊടുക്കുന്ന എന്നാ സാക്ഷ്യം പറയാനാ? അമ്മയെ ഒറ്റ കുത്തിന് കൊന്നവൻ, കുത്തിയച്ചവൻ കത്തിയിട്ട് കശക്കി. അപ്പം നമ്മുടെ സാധുക്കൾ, ഈ സഹോദരിമാർ സാധുക്കളാണ് കേട്ടോ. ബലഹീന പാത്രം ഒന്നാന്നില്ല പത്രോസും കൊടുത്ത് വിത്തുങ്ങൾ ഉടനെ പറയും എൻ്റെ അച്ഛാനെന്ന് കേൾക്കേണ്ടതാ സാക്ഷ്യം. അച്ഛൻ തള്ളയ്ക്ക് വെള്ളം കൊടുക്കുന്നതുകൊണ്ട് അച്ഛന് സാക്ഷ്യം. ഓ, ഞങ്ങളങ്ങ് തരിച്ചു പോയി. ഭയങ്കര സാക്ഷ്യം. എടാ, അമ്മയെ കുത്തിക്കൊന്നവനോ അപ്പനെ കുത്തിക്കൊന്നവനോ അത് രക്ഷിക്കപ്പെടരുന്ന അവർ രക്ഷിക്കപ്പെടണം. മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടാണ് സ്റ്റേജിലോട്ടല്ലേ വിളിക്കേണ്ടത്, അവനെ പുറകെ ഇരുത്തണം. അവനെ പുറകെ ഇരുത്തണം. ലോകത്തിന് വരണം, വന്നവൻ പുറകെ ഇരിക്കണം. പുറകെ ഇന്നിച്ച് പ്രാർത്ഥന തന്നെ, പാട്ട് തന്നെ, ആരാധന തന്നെ, കൂട്ടായ്മ തന്നെ, ഇത് എന്ത് വന്ന് അവൻ ആദ്യം പഠിക്കണം. കുറഞ്ഞ ഒരു 4-5 കൊല്ലം ഇരുന്ന് പഠിക്കട്ടെ. പഠിച്ചേച്ച് വലിയ അപാകതയില്ലെന്ന് കണ്ടാൽ അല്പസമയം കൊടുക്കുക. അത് സൂക്ഷിച്ച് വിവേചിച്ച് പഠിച്ചേച്ച് വേണം. മനസ്സിലായോ? ഇല്ലേ, പരോൾ ഇറങ്ങിയപ്പോൾ അവൻ്റെ മൈക്ക് കൊടുത്തിരിക്കുക. അവൻ എന്നാക്കാ വിളിച്ച് പറയുന്നത്? ചുമ്മാ ഇരിക്കുന്ന കൊച്ചുങ്ങൾക്കും ഇളക്കം ഉണ്ടാകും. കൊച്ചുങ്ങളും പറയാം നമുക്ക് ഒരു സാക്ഷ്യം ഉണ്ടാക്കണമില്ല, നമുക്കെന്നാ അമ്മേ. ശരിയല്ല. അവനവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ. യോഹന്നാൻ നാട് കടത്തപ്പെട്ടത് അടിപിടിക്കാശി പോയതല്ല, അക്രമം കാട്ടി പോയതല്ല. അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം 2 കാരണത്താലാണ് നാട് കടത്തപ്പെട്ടത്. ഒന്ന് ദൈവത്തിന്റെ വചനം നിമിത്തം, 2 യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം. യേശുക്രിസ്തുവിനെ സാക്ഷിച്ചതിനാൽ, യേശുക്രിസ്തുവിനെ ഉയർത്തിയതിനാൽ, യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചതിനാൽ, യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിയതിനാൽ. അങ്ങനെ നീ പീഡ അനുഭവിക്കുന്നെങ്കിൽ ഒരു ദിവസം ദൈവം നിനക്ക് പ്രതിഫലം തരുന്നൊരു സൂചനമുണ്ട്. ദൈവത്തിന്റെ വചന നിമിത്തമാണ് നിന്നെ ഉപദ്രവിക്കുന്നെങ്കിൽ നിനക്ക് പ്രതിഫലമുള്ള വിഷയമാണ്. ഉപദേശ സത്യങ്ങൾക്കും തിരുവചനത്തിന്റെ സത്യങ്ങൾക്കും വചനത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾക്ക് വേണ്ടി നീ നിവരെ നിൽക്കുമ്പോൾ, ഞാനോ നിങ്ങളോ നിവരെ നിൽക്കുമ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികൂലമോ പീഡകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്. നമ്മെ ആദരിക്കുന്നൊരു സൂചനമുണ്ട്. 2 കാരണത്താലാണ് യോഹന്നാൻ നാട് കടത്തപ്പെട്ടെന്ന് അവിടെ തന്നെ വ്യക്തമാണ്. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവും നിമിത്തം. പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. അടുത്തത് കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായെന്ന. അപ്പോൾ ആത്മവിവശത, അതും വിവാദമായ വിഷയങ്ങൾ, അതിലോട്ടൊന്നും ഞാനിപ്പോ പ്രവേശിക്കുന്നില്ല. ചിലര് നേരത്തെ ഇങ്ങനെ കാണിക്കുമ്പോൾ അങ്ങ് താഴെ വീഴുന്നുണ്ട്. ചിലര് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ, പിന്നെ ചിലർ വീഴാനായിട്ട് തന്നെ വീട്ടിൽ മിറ്റമുണ്ട്, പറമ്പുണ്ട്, ബെഡ്റൂമുണ്ട്, അവിടെ വീണാ പോരെ. നീ പറമ്പിലെല്ലാം ചെന്ന് തെള്ളിയിടുക. ചിലർ തെള്ളിയിടും, ചിലർ തന്നെ വീടും, ചിലർ വീണേച്ച് അവിടെ അങ്ങ് കിടക്കുക. അപ്പം മെയിൻ പാസ്റ്റ് വരെ അവിടെ കിടന്നോട്ട് അമ്മക്ക് പോയേക്കാന്ന് പറഞ്ഞു അവരവരുടെ വണ്ടിയെ കയറി പോയി. ആ സഹോദരി അവിടെ കിടക്കുക. ആത്മവിവശതയാ, അവശതയല്ല. അവസാനം വീണേച്ച് എഴുന്നേറ്റ് പോകുന്ന എന്ത് അവശതപ്പെട്ടാ പോകുന്നറിയാമോ? ആ ഓട്ടോക്കാരന് വിട്ടേച്ച് പോയി. അവസാനം കലിങ്ക കയറി ഇരിക്കുക കഥച്ചേച്ച്. ഞാൻ നിർമ്മിത കഥ പറഞ്ഞതല്ല, സ്ഥലമൊന്നും പറയുന്നില്ല. ഒരു സ്ഥലത്ത് ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു കൂട്ടുസ്നേഹിതൻ പറഞ്ഞ് നമുക്കൊരു യോഗത്തിന് പോകും, വരുന്നോന്ന് ചോദിച്ചു. അന്ന് യോഗം, എനിക്ക് വേറെ യോഗമില്ല, പോയേക്കാം. ചെന്ന് പെട്ടുപോയി. അന്ന് കണ്ട കാഴ്ചയാണ്. ചെന്ന് കണ്ടു ഒരു തള്ള പൊത്തോന്ന് താഴെ അങ്ങ് വീണ്. അവരെ ആരും തള്ളിയില്ലൊന്നുമില്ല, അവരങ്ങ് വീഴുക. അവിടെ വീണോണ്ടിരിക്കുക. ഇവരും അങ്ങ് വീണു, അവിടെ കിടന്നു. യോഗം കഴിഞ്ഞപ്പോൾ ഞങ്ങളും താമസിച്ചാണ് ഇറങ്ങിയത്. അവരുടെ ഭർത്താവാണെന്ന് തോന്നുന്നു, അവിടെ വെളിയിൽ നിൽക്കുക. പിന്നെ വന്ന് പതുക്കെ എടുത്ത് പാവത്തിൻ്റെ പോക്കൊക്കെ കണ്ടാൽ നമുക്ക് അങ്ങ് അവശതയായി. വിവശതയല്ല, അവശതയായി. ആ മുടിയെല്ലാം അഴിഞ്ഞ് അവസാനം ഒരു ഓട്ടോ, പുള്ളിയാന്ന് തോന്നുന്നു, ഓട്ടോ വിളിച്ച് കയറാൻ പറഞ്ഞ് കയറിയപ്പോൾ അങ്ങേരോട് പറഞ്ഞ് എൻ്റെ ഷാൾ അവിടെ എങ്ങാനും കാണുമെന്ന് എടുത്തോണ്ട് വരാൻ. അയാൾ ഓടി ഷാളെടുത്തു. ഷാൾ കൊണ്ട് കൊടുത്തപ്പം പറഞ്ഞ് വാച്ചും കാണുന്നില്ലെന്ന്. അവന് വരുന്ന ഗതികേട്.
പിന്നെ അവിടെ അങ്ങാട്ട് തപ്പി അങ്ങാട്ട് വാച്ച് കൊണ്ട് കൊടുത്ത്. അന്നേരം കയറിയപ്പോൾ അവൻ പറയാം, മേലിൽ ഈ കോളിൽ എന്നെ വിളിച്ചേക്കരുതാണ്. വല്ല കാര്യമുള്ള അവൻ ഒരു യോഗത്തിന് വന്നതാ. യോഹന്നാൻ കർത്തൃദിവസത്തിൽ ആത്മവിവശനായി. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, ആത്മാവിന്റെ വിവശതയ്ക്ക് ഞാനെതിരല്ല. പക്ഷെ വിവശത വന്നാൽ ഇന്ന് കാണിക്കുന്നത് പോലല്ല. വിവശത വന്നാൽ കാണും, കേൾക്കും, അറിയും, ഓർക്കും, എഴുതും, അതൊക്കെ ആ ഭാഗത്തുണ്ട്. നീ കാണുന്നത് അങ്ങനല്ലയോ? കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതീര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കാഹളനാദത്തിനൊരു ശബ്ദം എന്റെ മഹാനാദം എന്റെ പിറകിൽ ഒരു ശബ്ദം കേട്ടു. അടുത്ത 13-ാം വാക്യം എന്നോട് സംസാരിച്ച 12-ാം വാക്യം എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 13-ാം വാക്യം തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയിന്റെ ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടുവനായി മനുഷ്യപുത്രന്റെ സദൃശനായവനെയും എന്ന് പറഞ്ഞാൽ അവൻ യേശു ക്രിസ്തുവിനെ ദർശിച്ചു. ആത്മവിവശത വരുമ്പോൾ നീ യേശു ക്രിസ്തുവിനെ ദർശിക്കും. ആ ദർശിക്കുന്നത് ഭയപ്പെടുത്തുന്ന യേശുവല്ല, നിന്നെ സ്നേഹിക്കുന്ന യേശു, നിന്നെ രക്ഷിക്കുന്ന യേശു, സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമായ യേശു. ഈ കർത്താവിനെ താൻ ദർശിക്കുക. അത് കർത്താവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയാണ്. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിനെ യേശു ക്രിസ്തുവിനെ 1-ാം അധ്യായത്തിൽ ദർശിച്ചു. അപ്പോൾ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ദർശിച്ചു. ഞാൻ എപ്പോഴും പറയും, യേശു ക്രിസ്തുവിനെ പോലെ യോഗ്യനായ വേർ ഒരുവനില്ല. ഇതുപോലെ യോഗ്യനായ, ശ്രേഷ്ഠനായ, ഉന്നതനായ, മഹത്വമുള്ള, മഹിമയുള്ള ഒരുവൻ ഉലകത്തിൽ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകുകയില്ല. എല്ലാവരെക്കാളും ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു. ഞാൻ പറയാറുണ്ട്, അനുഗമിക്കുന്നെങ്കിൽ യേശുവിനെ അനുഗമിക്കണം, ആരാധിക്കുന്നെങ്കിൽ യേശുവിനെ ആരാധിക്കണം, അംഗീകരിക്കുന്നെങ്കിൽ യേശുവിനെ അംഗീകരിക്കണം, സേവിക്കുന്നെങ്കിൽ യേശുവിനെ സേവിക്കണം. ആ കർത്താവിനെ അറിയുവാനും ആരാധിക്കാനും ലഭിച്ച ദൈവമക്കളെ അത് ഭാഗ്യമോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. 2-3 അധ്യായം നമുക്കറിയാം. 2-3 അധ്യായത്തിൽ 7 സഭയ്ക്കുള്ള ദൂത. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതീര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക 7 സഭയ്ക്കുള്ള ദൂത്. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. 7 സഭകളോടും ദൂത് പറയുക. ഈ സഭകളോടൊക്കെ ദൂത് പറയുമ്പോൾ 1-ാം അധ്യായം പഠിക്കുമ്പോൾ കർത്താവ് നിലവിളക്കുകളുടെ നടുവിൽ എന്നാണ് 1-ൽ കൊടുത്തിരിക്കുന്നത്. നിലവിളക്കുകളുടെ നടുവിൽ. നിലവിളക്ക് എന്തുവാണെന്ന് വ്യാഖ്യാനം 7 നിലവിളക്ക് 7 സഭകളാണ്. അപ്പൊ നമ്മൾ വ്യാഖ്യാനിക്കണ്ട, വ്യാഖ്യാനം അവിടെ തന്നെ ഉണ്ട്. 7 നിലവിളക്ക് 7 സഭ. അപ്പൊ ഈ നിലവിളക്കുകളുടെ നടുവിൽ യേശു ക്രിസ്തു. അപ്പൊ കർത്താവ് സഭയുടെ നടുക്ക, സഭയുടെ നടുക്ക. ആ ഭാഗത്തേക്ക് ഞാൻ പിന്നെ വരുന്നത് കൊണ്ട് അധികം വിശദീകരിക്കുന്നില്ല. ഇതിലൊരു ഭാഗം പറഞ്ഞാൽ അങ്ങ് പോകാം. ഈ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട്. അപ്പൊ 7 നിലവിളക്കുകളുടെ നടുവിൽ, ഒറ്റ വാക്കി പറഞ്ഞാൽ സഭയുടെ നടുക്ക് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു സഭയുടെ നടുക്ക്. സഭ ആരംഭത്തിൽ 2-ാം അധ്യായം 1-ാം വാക്യം പഠിക്കുമ്പോൾ എഫെസോസ് സഭയുടെ ദൂത് പറയുക. ആ ദൂത് പറയുമ്പോൾ സഭയുടെ നടുക്ക് കർത്താവ് വെറുതെ നിൽക്കുകയല്ല. അവിടെ ഒരു പദമുണ്ട്, വായിച്ച 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. സ്മുർനയിലെ സഭയുടെ ദൂതൻ അല്ല 2-ന്റെ 1, അത് 3 അല്ലേ? എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചു. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ 1-ാം അധ്യായത്തിൽ സഭയുടെ നടുക്ക് കർത്താവുണ്ട്. 2-ാം അധ്യായം പറയുമ്പോൾ സഭയുടെ നടുക്ക് വെറുതെ നിൽക്കുകയല്ല, സഭയുടെ നടുക്ക് നടക്കുന്നവനാ എന്ന് പറഞ്ഞാൽ ജീവനുള്ളവനാ. വെറും ഒരു സ്റ്റാച്ചു അല്ല യേശു ക്രിസ്തു, അവിടുന്ന് ജീവനുള്ള ദൈവമാണ്. നടുവിൽ കൂടെ നടക്കുക. അപ്പൊ 1-ാം അധ്യായത്തിൽ സഭയുടെ നടുക്ക്, 2-ാം അധ്യായത്തിൽ സഭയുടെ നടുവിൽ കൂടെ കർത്താവ് നടകൊള്ളുക. സഭാചരിത്രം പഠിച്ചു വരുമ്പോൾ അങ്ങനെ എഫെസോസ് സഭയോട് കാര്യം പറഞ്ഞ് ഒടുവിൽ ലവോദിക്ക സഭയുടെ ആ പീരിയഡ് വന്നപ്പോൾ, ആ കാലം വന്നപ്പോൾ കർത്താവ് സഭയുടെ നടുക്കുമില്ല, നടുവിലുമില്ല, എൻ്റെ ഭാഷ പറഞ്ഞ പുറകിലുമില്ല. കർത്താവ് വാതിൽക്കൽ. അപ്പം വാതിൽക്കലാകുമ്പോൾ പുറത്താ. നടുക്കുമില്ല, നടുവിലുമില്ല, നടക്കുന്നുമില്ല, പുറകിലുമില്ല. യേശു സഭയുടെ പുറത്ത്. വാതിൽക്കൽ നിന്ന് മുട്ടുന്നത് പറയുമ്പോൾ പുറത്തല്ലേ, അകത്തോട്ടൊന്ന് കയറാനാ. അകത്ത് കൊണ്ടുപിടിച്ച് ആരാധനയാ, പ്രൈസ് ആൻഡ് വർഷിപ്പ്. നിന്നാരാധിക്കുന്നു, നടന്നാരാധിക്കുന്നു, ഇരുന്നാരാധിക്കുന്നു, ഓടി ആരാധിക്കുന്നു. പക്ഷെ യേശു സഭയുടെ പുറത്താണ്. അതിൻ്റെ കാരണം പറയാം. സഭയ്ക്കകത്ത് ആത്മീക ശുശ്രൂഷകളല്ല നടക്കുന്നത്. കർത്താവിന് ഇരിക്കത്തക്ക ഒരു അന്തരീക്ഷമല്ല സഭയ്ക്കകത്ത്. അതുകൊണ്ട് യേശു സഭയുടെ വെളിയിൽ നിന്ന് മുട്ടുക, അകത്തോട്ട് പ്രവേശിക്കാൻ.
കാരണം സഭയ്ക്കകത്ത് പല പ്രശ്നങ്ങളാണ് നടക്കുന്നത്. നിങ്ങൾ ആ സഭാചരിത്രം പഠിക്കുമ്പോൾ അറിയാം. സ്തോത്രം. ഒന്ന്, സഭയ്ക്കകത്ത് ആദ്യ സ്നേഹമില്ല. രണ്ട്, വിശ്വാസി തമ്മിൽ കണ്ടാൽ മിണ്ടുന്നില്ല. ഒരു സഭയിലാണ് കൂടുന്നത്, തമ്മിൽ മിണ്ടുന്നില്ല. രണ്ട്, വിശ്വാസി അപ്പുറം ഇപ്പുറം താമസിക്കുക, മതിൽ നല്ല കണക്കിനാണ് പൊക്കി കെട്ടിയേക്കുന്നത്. എല്ലാവരുമല്ല, അവർ ഷാരോ, നിങ്ങളോ, ഞങ്ങൾ IPC, അല്ല അപ്പുറം അവരാരാ, അത് പെന്തിക്കോസുകാരാ, അവർ ചർച്ച കൂടി, തമ്മിൽ ചിലർ മിണ്ടുകയല്ല. ഇവിടെ യോഗം വെച്ചാൽ അവർ കയറുകയില്ല, അവിടെ യോഗം വെച്ചാൽ ഇവരും കയറി. ഈ മിറ്റത്ത് യോഗം വയ്ക്കുമ്പോൾ എല്ലാവരും വരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു സഭയിൽ കൂടുന്നവർ തമ്മിൽ മിണ്ടുകയല്ല. അങ്ങോട്ടും ഇങ്ങോട്ട് കേസും വഴക്കും കോടതിയും പ്രശ്നമായിട്ട് നടക്കുക. ആദ്യ സ്നേഹമില്ലെന്ന്. ഇപ്പം പിന്നെ കോവിഡ് ആയതുകൊണ്ട് കൈ ഒന്നും കൊടുക്കാനൊക്കെയല്ല. കൈ കൊടുക്കുന്ന കാലത്താണെങ്കിലും പണ്ട് കൊടുക്കുകയല്ല. രണ്ട് വിശ്വാസികൾ തമ്മിൽ കണ്ടാൽ ആദ്യം ചെയ്യുന്നത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്നൊക്കെയാ പണ്ട് പറയുന്നത്. ഇപ്പം അങ്ങനെ ആരും പറയുന്നുമില്ല. കാരണം ഇതിവിടെ മോക്കട്ടയും കൂടെ ഉള്ളവർ എല്ലാം ഇപ്പം നന്നായി വന്നെന്നുള്ളതാണ്. എല്ലാവരും ഇത് വെച്ച്, കാരണം ഇപ്പം അത് വെക്കുന്നതാണ് നല്ലത്. കാരണം സഭയെ വന്നപ്പോഴും പണ്ട് കാലത്ത് നീ ഒരു ദോത്രം പറയുകയല്ല, നീ പറഞ്ഞിട്ടുമില്ല. പാസ്റ്റർമാർ നിന്നിങ്ങനെ ബില്ലി പറയും, ഒരിക്കൽ കൂടെ സ്തുതിച്ചാട്ടെ. ആര്? ശക്തിയോടെ. പാസ്റ്റർ നിങ്ങനെ വളയുക ശക്തിയോടെ. പെരുവെള്ളത്തിന്റെ ഈ പാസ്റ്റർക്ക് ബന്ധമായി പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ വല്ലോ ഈ പാസ്റ്റ് കേട്ടിട്ടുണ്ടോ? പാസ്റ്റർ എന്ന് പറയാം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പറഞ്ഞു ഒന്നാ ചാക്കോ ഇല്ലേ, അങ്ങനെയാന്ന് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ. എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഇതൊക്കെ വിഡിത്തമൊക്കെ പറയാതിരിക്കണ്ടേ? ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞാൽ മതി. അല്ലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ ഇതാണ്, ഇങ്ങനെയാണ് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സഭയ്ക്കകത്ത് യേശുവിന് കയറാൻ പാടില്ല. കാരണം ഒന്ന്, ദൈവസ്നേഹമില്ല. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു, വിട്ടുകളഞ്ഞു. ഈ ദൈവസ്നേഹത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ മിക്കപ്പോഴും സഭയിലും പറയും, നിങ്ങൾക്കും അറിയാം. ദൈവസ്നേഹത്തിന്റെ ഒരു പ്രത്യേകത, എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കും. നമ്മളതിന്റെ ഗ്രീക്ക് മൂലഭാഷയൊക്കെ അറിയാം. അഗപ്പേ, ഞാൻ നാളെ പറഞ്ഞ ആകപ്പേയാ. സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ കേസും വഴക്കുമല്ലേ വസ്തുവിന്, ഇല്ലേ? കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടതില്ലേ, സ്വന്തം അപ്പനല്ലയോ മോനെയും പിള്ളേരെയും ഭാര്യയും കൂടെ അല്ലേ ചുട്ടുകൊന്നു. ടാങ്കിലെ വെള്ളം മുഴുവൻ മറ്റിച്ചേച്ചാ. നിങ്ങൾ വെള്ളത്തിനായിട്ട് ടാപ്പ് തുറന്നിട്ട് എന്തോ കടോര ഹൃദയന്മാരാ. ആ ടൈപ്പൊക്കെ ചിലപ്പോൾ ഈ ഏരിയയിലും കാണും. പിന്നെ ഇപ്പം കത്തിക്കുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ നോട്ടം ഇരുമ്പം കാണുമ്പോൾ അറിയാം. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ലല്ലോ. ഉണ്ടോ? എത്ര കിട്ടിയിട്ട് മതി വരുന്നോ? പൗലോസ് പറഞ്ഞത് ഇഹലോകത്തിലേക്കൊന്നും നാം കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുന്നില്ല. പിന്നെ ബാക്കി നിങ്ങൾ പറഞ്ഞേച്ചാൽ ബാക്കി ഞാൻ പറഞ്ഞോളൂ. അതുവരെ ഞാൻ വെള്ളം കുടിക്കാം. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നാം വിചാരിക്കാം. സ്തോത്രം. 6:7 തിമോത്തിയോസ്. അപ്പൊ ശ്രദ്ധിച്ചേ, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് ഞാനൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നാം വിചാരിക്കാം. പോരെ. ഒന്നും നാമികെ കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ പോകും. ഒന്നും നാമികെ കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ. നിങ്ങൾ ചാകത്തില്ല. ഒന്ന് അത് ഇത് മാറ്റി വെച്ചൊന്ന് അച്ചാതെല്ലാം മാറ്റി വെച്ചൊന്ന് പാടിക്കേ. നല്ല മിടുക്കൻ അച്ചാനാണല്ലോ. സ്തോത്രം. എല്ലാവരും ഒന്ന് നമുക്ക് ആ രണ്ട് നിങ്ങൾ അറിയാമെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പാടാം. ചാകത്തില്ല. ഇനി അഥവാ പോവുകയാണെങ്കിൽ അടക്കാൻ ഞാനും കൂടെ കൂടിക്കോളാം. വേറെ പാട്ട് പാടാം, പേടിക്കുമൊന്നും വേണം. നല്ല വൃത്തിയായിട്ട് നിന്നെ അടക്കാം. അപ്പം അതുകൊണ്ട് എപ്പോഴാണെന്നൊന്നും അറിയത്തില്ലല്ലോ. എല്ലാം ചേർന്നൊന്ന് പാടാം. അമ്മ അത് മഞ്ഞ അത് മാറ്റമേ, നമുക്ക് രണ്ട് ചീല് പാടാം. കോവിഡൊന്നും വരികയല്ലെന്ന്. ഓ, ഒന്നും നാമികെ കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ പോകും. ഒന്നും നാമികെ കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ പോകും. സമ്പാദിച്ചതു പിൻപിൽ തള്ളണ നമ്പിക്കൂടല് ലോകം. സമ്പാദിച്ചതു പിൻപിൽ തള്ളണ നമ്പിക്കൂടല് ലോകം. ഒരിക്കലവനും മരിക്കും നിർണയം. ഒരിക്കലേ
ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ദാരിദ്ര്യധാനികന്മായ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. ദാരിദ്ര്യധാനികന്മായ ശിശുവും മരിക്കുന്നില്ലയോ. അപ്പൊ ദൈവമക്കളോടൊരു കാര്യം പറയാം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടോണം. കൂടുതൽ ആർത്തിയും പരവേശവും ഒന്നും കാണിക്കരുത്. സ്തോത്രം. ചിലക്ക് എത്ര കിട്ടിയിട്ടും അങ്ങോട്ട് മതി വരുന്നില്ല. തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിച്ചാലും ഒന്നുമില്ല. അമേരിക്കയിലെ ആരംഭകാലത്തൊക്കെ കുടിയേറിയ ആൾക്കാർ അന്നത്തെ സാഹചര്യം അതുകൊണ്ടാണ് ഇവിടെ ഇഷ്ടംപോലെ വസ്തു അവിടെ ഇവിടെയെല്ലാം മേടിച്ചു, വീടുമെല്ലാം പണം. ഇപ്പം അതുങ്ങളെല്ലാം കിടന്ന് പ്രാർത്ഥിക്കുക, എങ്ങനെയും ഒന്ന് നിങ്ങൾക്കൊന്നും അറിയാൻ മേല. ഇപ്പം കിടന്നങ്ങ് കണ്ടമാനം പ്രാർത്ഥിക്കുക, എങ്ങനെയും ഇതൊന്ന്. അന്ന് പ്രാർത്ഥിച്ചത് എങ്ങനെയും 10 സെൻറ്റ് സ്ഥലം കുഴിക്കാലെ ഒന്ന് വാങ്ങണം. ഇപ്പോൾ 50 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പം എങ്ങനെയും ആ 10 സെൻറ്റ് ഒന്ന്, 10 അല്ല ഏക്കർ കണക്കിനൊക്കെ ഉണ്ട്, എല്ലാം പമ്മി ഇരിക്കുന്നതേ ഉള്ളൂ. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ലല്ലോ. എന്നാൽ ഈ 2, 3, 5 ഏക്കർ ഉള്ളവൻ എന്നാൽ കൂടെ ആരാധിക്കുന്ന സഹോദരന് ഒരു 5 സെൻറ്റ് സ്ഥലം കൊടുക്കുക. അവനെങ്ങാനും അടുത്താ താമസിക്കുന്ന വിഷയം വെച്ച് പ്രവാചകനെ വരുത്തി പ്രാർത്ഥിക്കുക, തുരത്തി ഓടിക്കാൻ. എന്നാൽ ഇത് ആർക്കെങ്കിലും ഒരു 5 സെൻറ്റ് കൊടുക്കേ, ഇഷ്ടം പോലെ ഇല്ലയോ. ഉരുണ്ട് വീണിയത്ത ഇത് ആർക്കിരിക്കും. അവസാനം വരാൻ പോകുന്ന ഭവിഷ്യത്തൂടെ പറയാം. അവസാനം ഇങ്ങോട്ട് വന്നിച്ച് കിട്ടുന്ന വിലയ്ക്ക് ആർക്കെങ്കിലും കൊടുക്കും. കിട്ടുന്നവൻ മേടിക്കുന്നവൻ രക്ഷിക്കപ്പെടാത്തവനാണെങ്കിൽ അന്യാരാധനയായിരിക്കും നീ ആ പാർത്ത തലത്ത് വെളിപ്പെടുന്നത്. ഇപ്പം എനിക്ക് അത്രയോ പറയാനൊക്കുള്ളൂ. അതുകൊണ്ട് നിനക്ക് 2, 3, 4 ഏക്കർ ഉണ്ടെങ്കിൽ 10 ദൈവമക്കൾക്ക് 5 സെൻറ്റ് സ്ഥലം കൊടുത്താൽ അതുങ്ങൾ അവിടെ നിന്ന് ചെറിയ വീടുമൊക്കെ വെച്ച്, ഇപ്പോൾ ഗവൺമെൻറ് വീടുമൊക്കെ വെക്കാൻ സാഹചര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. അതുങ്ങൾ അവിടെ നിന്ന് വൈകിട്ടൊരു തമ്പയറടിച്ച് പാട്ടുമൊക്കെ പാടിയോ ഒന്നുമില്ലേ, ദൈവത്തെ മഹത്വപ്പെടുത്തരുതോ. ആരോട് പറയാനാ. ഇപ്പം നിങ്ങൾക്കൊരു ചിന്ത മിക്കവാറും അങ്ങ് പോയാൽ കൊള്ളാമെന്നുണ്ട്. എഴുന്നേറ്റെങ്ങാനും പോയാൽ ഇന്ന് വിടുകയല്ല, എഴുന്നേറ്റ് പോയാൽ സൂക്ഷം ഞാൻ പുറകെ വന്ന് പ്രസംഗിച്ചിരിക്കും. മോനെ കോഡ്ലെസ്സൂടെ തരണേ, പുറകെ വഴി വരെ പ്രസംഗിച്ച് കൊടുത്തേച്ച് ഞാൻ തിരിച്ചിഞ്ഞ് വരും. നിങ്ങൾ അന്നേരം ഇവിടെ ഇരിക്കണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാ. ദൈവസ്നേഹത്തിൽ വർദ്ധിച്ചു വാ. സഭയ്ക്കകത്ത് യേശുവിന് വരാൻ പറ്റുന്നില്ല, കാരണം സഭയ്ക്കകത്ത് ദൈവസ്നേഹം നഷ്ടപ്പെട്ടു. എൻ്റെ പ്രിയരെ ഒരു കാര്യം പറയാം, സകല മനുഷ്യനോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിച്ചോണം. അലോഗ്യമൊന്നും ഉണ്ടാക്കരുത്, വഴക്കൊന്നും ഉണ്ടാക്കരുത്, പിണങ്ങിയിരിക്കരുത്, വാക്കേറ്റം ഉണ്ടാക്കരുത്. ചില വിഷയങ്ങളിൽ ഒഴിഞ്ഞു മാറിയേക്കണം. ചിലയിടത്ത് മൗനമായിട്ടിരുന്നോണം, നിനക്കൊരു ദോഷവും വരികയില്ല. അപ്പൊ ഈ സഭയ്ക്കകത്ത് കർത്താവിന് വരാൻ പറ്റാത്തതിന്റെ ഒരു കാരണം ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. പിന്നെ ദുരുപദേശക്കാർ സഭയ്ക്കകത്ത് കയറി, നിക്കലോവിയ ഉപദേശക്കാർ സഭയ്ക്കകത്ത് കയറി, ബിലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവര് സഭയ്ക്കകത്ത് കയറി, ഇസബേലിന്റെ ആൾക്കാര്, താൻ പ്രവാചകൻ എന്നും പറഞ്ഞു നടക്കുന്ന ഇസബേല്, വിശുദ്ധന്മാരെ തെറ്റിച്ച് കളയുന്ന ഇസബേലി ശക്തികൾ, പിന്നെ സാത്താന്റെ പള്ളിക്കാര്, അത് ഈ പള്ളിക്കകത്തുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട് ദൈവസ്നേഹവുമില്ല. കർത്താവ് സഭയ്ക്ക് പുറത്താ. അപ്പൊ പുറത്ത് നിന്ന് യേശു വാതിൽക്കൽ നിന്ന് മുട്ടുക. ഇന്ന് രാത്രി നമ്മോടുള്ള ബന്ധത്തിൽ ഹൃദയത്തിന്റെ കവാടത്തിൽ നിന്ന് യേശു മുട്ടുകയാണ്. ഇന്ന് രാത്രി നിന്റെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുന്നെങ്കിൽ യേശു നിന്റെ ഉള്ളിലേക്ക് വരും. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നിനക്കും നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്. ആട്ടെ 3-4 അധ്യായത്തിൽ 7 സഭയ്ക്കുള്ള ദൂത്, 2-3 അധ്യായത്തിൽ 7 സഭയ്ക്കുള്ള ദൂത്, 4-ാം അധ്യായത്തിൽ ഓർപ്പിച്ചല്ലോ സഭ ഇവിടുന്ന് എടുക്കപ്പെടുകയാണ്. ഒറ്റ വാക്കി പറഞ്ഞ ഭാഗം വിട മഹോദരവത്തിൽ കൂടെ സഭ പോകത്തില്ല. തൻ്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ദൈവം ഏൽപ്പിക്കത്തില്ല. ക്രോരം കടന്നു പോകുവോളം ആമെ സൂക്ഷിച്ച് ഒളിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. കർത്താവിന് മഹത്വം. തെസലോനിക്ക ലേഖനത്തിൽ വാക്യം, ദൈവം നമ്മെ കോപത്തിന് കൊടുക്കത്തില്ല, കോപത്തിനല്ല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആമൻ കർത്താവിന്റെ സന്നിധിയിൽ കാണാൻ വേണ്ടിയാ. ശത്രുവിന്റെ കയ്യിൽ ദൈവം തന്റെ സഭയെ കൊടുക്കത്തില്ല. ആട്ടെ 5-ാം അധ്യായത്തിൽ ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്, ആമൻ 5-ാം അധ്യായത്തിൽ വിഷയം ഭൂമിയുടെ വീണ്ടെടുപ്പാണ്. ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാണ്. ഈ ഭൂമിയുടെ വീണ്ടെടുപ്പിനെ പരാമർശിക്കുന്ന കാര്യമാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം. ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാണ്. ഈ ശാപമുണ്ടായത് ആദി മാതാപിതാക്കളാകുന്ന ആദം നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടു. അങ്ങനെ ആ പുസ്തകത്തിൽ വായിക്കുക, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു, നിന്റെ നിമിത്തം ഭൂമി വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് കൽപ്പനാലംഘനം നടത്തി ആ വിഷയത്തിൽ ആദം നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടു. ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ സ്ഥലമില്ല. അതുകൊണ്ട് വിശുദ്ധ നാട് കാണാനായിട്ട് ആരും
പോകരുത്. നാട് കാണാൻ പൊക്കോണം, വിശുദ്ധ നാട് കാണാൻ. ആ പ്രയോഗത്തിന് അപാകത. നാട് കാണാൻ കാശുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ, നാട് കാണാൻ പോകുന്ന നല്ലതാ. ഒക്കുന്നെങ്കിൽ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകും, എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അത് വിശുദ്ധ നാട് കാണാനല്ല. ഈ ഭൂമിയിൽ ഒരു സ്ഥലവും വിശുദ്ധമല്ല. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക. ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാണ്. അപ്പൊ ഈ ഭൂമിയുടെ ശാപം മാറ്റി ഈ ഭൂമിയെ വീണ്ടെടുക്കുന്ന വിഷയമാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം. വേദപുസ്തകം പഠിക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, 5-ാം അധ്യായം ഭൂമിയുടെ വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ 12-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഒന്നുകൂടെ വാക്യം വായിക്കാം. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. കർത്താവിന് മഹത്വം. അപ്പോൾ ഇന്ന് രാത്രിയിൽ വിഷയം അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ യോഗ്യതകൾ. 5-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് ശാന്തമായിട്ട് ചില കാര്യങ്ങൾ കമ്പിവാചകം പോലെ ചിന്തിക്കാം. അറക്കപ്പെട്ട കുഞ്ഞാടിനുള്ള യോഗ്യതകൾ നമുക്കറിയാം. ഈ കുഞ്ഞാട് അറക്കപ്പെട്ടു. ആ 11-ാമത്തെ വാക്യത്തിൽ 9-ാം വാക്യമൊക്കെ താഴോട്ട് പഠിക്കുമ്പോൾ കുഞ്ഞാടെ നീ അറക്കപ്പെട്ടു. അവിടെ ആദ്യത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ എന്നാ കാണുന്നത്. എന്നാൽ താഴോട്ട് പഠിച്ചു വരുമ്പോൾ ആമേ കുഞ്ഞാടെ നീ അറക്കപ്പെട്ടു. എപ്പോൾ അറക്കപ്പെട്ടു? വെളിപ്പാട് പുസ്തകം തന്നെ 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപേ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ഈ പുസ്തകം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിനെയാണ് ഈ കുഞ്ഞാടെന്ന് പരാമർശിക്കുന്നത്. കടന്നു പോകുന്ന യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഉൽപ്പത്തി പുസ്തകം മുതൽ പഠിക്കുമ്പോൾ ഓരോ സമയങ്ങളിലും ഒരു കുഞ്ഞാട് അറക്കപ്പെടുന്നുണ്ട്. അത് സാക്ഷാൽ പരമയാഗമാകുന്ന യേശുക്രിസ്തുവിന്റെ സാക്ഷാൽ യാഗത്തിന് നിഴലായിട്ടാണ് കുഞ്ഞാടെല്ലാം അറക്കപ്പെട്ടു നിൽക്കുന്നത്. നമുക്കറിയാം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു കുഞ്ഞാട് അറക്കപ്പെടുന്നതായിട്ട് വായിക്കുന്നു. വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. ആട്ടിൻകുട്ടിക്ക് യോഗ്യത അവിടെ എഴുതിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ആട്ടിൻകുട്ടിയുടെ യോഗ്യത ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതും ആണുമായിരിക്കണം. അത് കോലാടോ അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഇവിടെ വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. സാധാരണ വേദപഠിതാക്കൾ അഭിപ്രായം പറയുന്നത്, കണക്ക് പറയുന്നത് 6,03,351 ആട്ടുകൊറ്റനെ അറുത്തുന്ന. കാരണം സംഖ്യാപുസ്തകത്തിൽ കുടുംബത്തിന്റെ കണക്ക് പറയുമ്പോൾ അത്രയും കണക്കുണ്ട്. ഈ കണക്ക് വെച്ച് വേദപഠിതാക്കൾ പറയുന്നത് 6,03,351 ആട്ടുകൊറ്റനെ അറുത്തുന്ന. എന്തായാലും കൊള്ളാം, വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. ആട്ടിൻകുട്ടിയുടെ യോഗ്യത 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതും ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ ആട്ടിൻകുട്ടി മറ്റാരുമല്ല, യേശു ക്രിസ്തുവാകുന്ന കുഞ്ഞാടാ. പൗലോസ് വളരെ സ്പഷ്ടമായി പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ഊനമില്ലാത്ത, പാപമില്ലാത്ത, കളങ്കമില്ലാത്ത, അകൃത്യമില്ലാത്ത ഒരുവനേയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. എനിക്ക് നിങ്ങൾക്കുമെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു അപാകതയുണ്ട്. എനിക്ക് അന്ന് ഒത്തിരി അപാകതയുണ്ട്. നിങ്ങളുടെ കാര്യം പറയുന്നില്ല, എനിക്ക് ഒത്തിരി അപാകതയുണ്ട്. അതെല്ലാം ഒന്നും ഇപ്പോൾ പൊതുവെ പറയാനും കൊള്ളുകയല്ല. ഒരു തള്ള ചോദിച്ചു, പുള്ളിയുടെ ശബ്ദം എന്നെ അങ്ങനത്തേക്കുന്നെന്ന്. ന്യായമായ ചോദ്യമാണ്. അത് കേട്ടിട്ട് ഞാനൊരിക്കൽ പാട്ട് പാടിയപ്പോൾ വേറൊരു അമ്മ പറഞ്ഞു, ഈ പാറപ്പുറത്ത് ചിരട്ട ഇട്ട് ഉരയ്ക്കും പോലാന്ന്. അതും പരമാർത്ഥമായ കാര്യമാണ്. സ്തോത്രം. എനിക്ക് പിന്നെ ഒത്തിരി എന്നെപ്പറ്റി ഒത്തിരി അഭിപ്രായമുണ്ട്. അത് നല്ലതായി, എനിക്കും ഒന്നുകൂടെ ഗുണപ്പെടാമല്ലോ. 1-2 ഞാൻ പറയാം. കാരണം കർത്താവും ശിഷ്യന്മാരുടെ ഒക്കെ ചോദിച്ചല്ലോ, ജനങ്ങൾ എന്നെ അഭിപ്രായം ചോദിച്ചില്ലേ യേശു ഇങ്ങനെ ഭയങ്കര ശുശ്രൂഷ ചെയ്തുകൊണ്ടൊക്കെ. കടൽക്കരയിലെ യോഗം, കവർണ്ണ യോഗം, ബദാനിയിലെ യോഗം, വീട്ടിലെ യോഗം, പടകിൽ കയറുന്നുള്ള യോഗം, മണപ്പുറത്തെ യോഗം, വീട്ടിനകത്തുള്ള യോഗം, മലയിൽ കയറിയുള്ള യോഗം, എന്തെല്ലാം യോഗങ്ങളാണ്. അത് വീട്ടിൽ യോഗം നടത്തുന്നു, നാട്ടിൽ നടക്കുന്നു, വെളിപ്രദേശത്ത് നടക്കുന്നു, മരുഭൂമിയിൽ നടത്തുന്നു യോഗം, ഭയങ്കര യോഗം. രോഗികളെ സൗഖ്യമാകുന്നു, കുരുടര് കാണുന്നു, മുടന്തിന് നടക്കുന്നു, ഊമര് സംസാരിക്കുന്നു, ചെകിടര് കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, എന്ന് വേണ്ട അത്ഭുത ശുശ്രൂഷകൾ നടക്കുക. വന്നവരാരും നിരാശയോടെ പോകുന്നുമില്ല. നന്ദി കെട്ടവർ കൂടി അവിടുന്ന് നന്മ ചെയ്ത അവിടുന്ന്. ഈ ശുശ്രൂഷകളെല്ലാം ഇങ്ങനെ ദ്രുതഗതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഫിലിപ്പിന്റെ കൈശരി വന്നപ്പോൾ യേശു ചോദിച്ചു, പൊതുജനം എന്നെ പറ്റി എന്തോ പറ. അത് നമ്മൾ ഇടയ്ക്ക് അറിയുന്നത് നല്ലതാ, ചോദിക്കുന്നത് നല്ലതാ, അറിയുന്നതും. നാട്ടുകാരെന്നെ പറ്റി അഭിപ്രായം. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞ് പല അഭിപ്രായമുണ്ട്, ഞങ്ങൾ നിന്നോടൊന്നും പറയാത്തതാ. അപ്പോൾ യേശു ചോദിച്ചു, എന്നാലും 1-2 കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. എന്തുവാ? ആ ചെല്ല് പറഞ്ഞ ഏലിയാവാന്നാ പറയുന്നത്. തീർന്നോ? ഇല്ല. ചെല്ല് പറഞ്ഞ യെരമ്യാവാന്ന് പറയുന്നു. ചെല്ല് പറയുന്ന ആ പ്രവാചകന്മാർ ആവർത്തനത്തിൽ ആ പ്രവാചകനാന്നാ പറയുന്നത്. ചെല്ല് പറയുന്നത് യോഹന്നാന്റെ തല വെട്ടിയെങ്കിലും പുള്ളി പിന്നെയും തിരിച്ചു വന്നെന്ന ചിലരുടെ അഭിപ്രായം.
കർത്താവ് ചോദിച്ചു തീർന്നോ? അല്ല. ഈയിടെ ഒരാൾ പറഞ്ഞത് നീ വേശ്യാപുത്രനാന്നാ പറഞ്ഞേ. അയ്യോടാ തീർന്നോ? ഇല്ല. ഇന്നാളൊരാൾ പറഞ്ഞു നിനക്ക് ഭൂതമുണ്ടെന്ന്. എലന്തൂരിൽ നിന്ന് 2 പേര് പറഞ്ഞു നിനക്ക് ഭൂതമുണ്ടെന്ന്. അപ്പൊ ചോദിച്ചു ഇത്രയുള്ള? അല്ല. ഇവിടെ നമ്മുടെ അടുത്ത സ്ഥലം എന്തുവാ? എലവന്തിട്ട എന്ന് 2 പേരും നീ ഭൂതങ്ങളുടെ തലവനാകുന്ന ബെയൽസബൂലിനെ കൊണ്ടാ ഇതല്ല. ഇങ്ങനെ പല അഭിപ്രായമാണ്. അപ്പൊ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ആട്ടെ പൊതുജനം പല വിധത്തിലാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്നാ? നമ്മൾ 2-3 കൊല്ലമായില്ല ഇങ്ങനെ യോഗം നടത്താൻ തുടങ്ങട്ടെ, നിങ്ങൾ എൻ്റെ കൂടെ സന്തത സഹചാരികളായിട്ട് നടക്കുക, നിങ്ങൾക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്നാ? അപ്പോൾ ആ ചോദ്യം അങ്ങോട്ട് തൊടുത്തു വിട്ടപ്പോൾ ഷടേന്ന് പത്രോസ് മറുപടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശു പറഞ്ഞു യോനാശിമോനെ, ഇത് ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാ. അപ്പൊ നമ്മെ പറ്റി അഭിപ്രായമൊക്കെ ചോദിക്കുന്നത് നല്ലതാണ്. എന്നെ പറ്റി തന്നെ ഒത്തിരി അഭിപ്രായമാണ്. പ്ലസന്റെ അഭിപ്രായം ആയിരിക്കുകയല്ല ഹരിയുടെ അഭിപ്രായം, ഇവരുടെ 2 പേരുടെ അഭിപ്രായം ആയിരിക്കുകയല്ല നിങ്ങളുടെ അഭിപ്രായം. എന്നോട് തന്നെ ഈ അടുത്ത സമയത്ത് 1-2 പേര് അഭിപ്രായം പറഞ്ഞു. ഒരാൾ പറഞ്ഞു എപ്പോഴും അങ്ങ് പാട്ടാന്ന് പറഞ്ഞു, അതൊരു അഭിപ്രായം. അപ്പം വേറൊരാൾ അഭിപ്രായം പറഞ്ഞു, പുള്ളിയെ ഭയങ്കര ഉപദേശം പറച്ചില്ല. അപ്പം വേറൊരാൾ പറഞ്ഞു പുള്ളിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല. നമ്മൾ ആത്മീയ ബന്ധം തുടരാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 25 വർഷത്തോളമായി. എനിക്ക് വൈരാഗ്യമായിട്ട് ഞാൻ ഇടപെട്ടതായിട്ട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. എന്നാ എവിടെ ഇരുന്നോ? മാത്തോടി ചാനുള്ളതുകൊണ്ട് പേടിയായിരിക്കും. ഇല്ല വീട്ടോടെ അങ്ങനെ ചെന്ന് പുള്ളി അങ്ങനെ വല്ലോ. 10-25 വർഷമായ ആത്മീയ ബന്ധമാണ്. ഞാൻ വൈരാഗ്യത്തോടെ സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും. പിന്നെ ഒക്കരുതാഴി കാണിച്ചാൽ ഞാൻ അംഗീകരിക്കത്തുമില്ല. എനിക്ക് അമ്മയുണ്ടായിരുന്നു, അമ്മ മരിച്ചു പോയി. പെങ്ങളുണ്ട്, ഭാര്യയുണ്ട്. അന്നേരം പറഞ്ഞത് പെണ്ണുങ്ങളെ ഇഷ്ടമല്ലെന്ന്. പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടാഴിയൊന്നുമില്ല, ബഹുമാനിക്കുന്നു. എൻ്റെ അമ്മ മരിച്ചപ്പം ഈ ദൈവദാസിയും വന്നതാ. അല്ല, ഒരേ അഭിപ്രായമാണ്. ചെല്ലി പറഞ്ഞ പുള്ളിയെ പെന്തിക്കോസുകാരെ കുറ്റം പറയും, അത് വേറൊരു അഭിപ്രായം. പെന്തിക്കോസുകാരൻ തന്നെ കുറ്റമെല്ലാം ചെയ്തു വെക്കുന്നേ. നിനക്ക് മാനം മര്യാദയ്ക്ക് ജീവിച്ചാ പോരെ? നീ പറ്റ തള്ളയ്ക്ക് വെള്ളം കൊടുക്കുകയല്ല, അത് പറയണ്ടേ? എടി അന്യഭാഷ പറഞ്ഞ മറിയേ, നീ തള്ളയ്ക്ക് വെള്ളം കൊടുക്കണമെന്ന് പറയണ്ടേ? ഇത് ഞാൻ പറയാതെ പിന്നെ അച്ഛൻ വന്ന് പറയുമോ? പറ. ഇങ്ങനെ കിളിക്കില്ല ആലിൽ തുള്ളുമ്പോഴല്ലേ നീ തുള്ളുന്നത്? പറ്റ തള്ള വീട്ടിൽ കയറ്റുകയല്ല, വെള്ളം കൊടുക്കുകയല്ല, ഹോളിനകത്ത് വന്ന് ശീലാന്തും കൂടെ പിടിച്ചിറക്കുക. അപ്പൊ ഇത് പറയണ്ടേ? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അടുത്ത് പറയുന്നുള്ളൂ. പറയണ്ടേ? നീ സ്വന്തം സഹോദരങ്ങളുമായിട്ട് മിണ്ടുകയല്ല. നിന്റെ തൊട്ട പറയാ ഭർത്താവിന്റെ സ്വന്തം അനിയനല്ലേ ചേട്ടൻ, മിണ്ടുകയല്ല. അത് പറയണ്ടേ മിണ്ടണമെന്ന്? എഴുന്നേറ്റ് പോകരുത്. മോനെ മറ്റേ മൈക്ക് എന്തുവാ? കോൺലെസ് ഇവിടെ എടുത്ത് വെച്ചേക്കണം, ഇവിടെ വെച്ചേക്കണം, പുറകെ വരും ഞാൻ. ഇത് പറയണ്ടേ? സ്തോത്രം. പുസ്തകത്തിലെ പ്രമാണം, കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീ എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നേ? നേർക്ക് നേരെ കാണുന്ന സഹോദരനക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, കൈ കൊടുക്കുന്നില്ല, മിണ്ടുന്നില്ല, പിന്നെ കാണാത്ത ദൈവത്തെ നീ ഉമ്മ തട്ടിപ്പാ. ദൈവത്തെ ഒന്നും നീ കണ്ടിട്ടില്ല. ചെല്ലു പറഞ്ഞ വ്യക്തമായി കണ്ട, നീ വലിയ പിണ്ടിവാട കണ്ടതാ, ദൈവത്തെ ഒന്നുമല്ല. ആര് ദൈവത്തെ കണ്ടെന്ന്? ദൈവസ്നേഹമല്ലേ ഇത് പറയണ്ടേ? അപ്പൊ അത് പറയാനാണ് പറഞ്ഞത്. പെന്തിക്കോസുകാരെ ഞാൻ എല്ലായിടത്തും പറയും, ഞാനൊരു പെന്തിക്കോസുകാരനായതിൽ അഭിമാനിക്കുന്നയാളാ. അതെ 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 ഞാൻ പെന്തിക്കോസുകാരനായതിൽ എൻ്റെ ശൈലി പറയാം. ഞാൻ രക്ഷിക്കപ്പെട്ടതാ അടിസ്ഥാനപരമായ വേദത്തിന്റെ ഉപദേശം. പക്ഷെ ഞാൻ എൻ്റെ ശൈലി പറയാം, ഞാൻ പെന്തിക്കോസുകാരനായതിൽ അഭിമാനം കൊള്ളുന്നയാളാണ്. ഈ പെന്തിക്കോസ് വന്നതായ എൻ്റെ ഭാഗ്യം. അതുകൊണ്ട് പെന്തിക്കോസുകാരനാണ് പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമാണ്. കുഴഞ്ഞ പെന്തിക്കോസുകാരും കുഴ തെറ്റിയ പെന്തിക്കോസുകാരും അത് അവരും ദൈവം കൂടെ തീർത്തോളും. പക്ഷേ ഈ മാർഗത്തിൽ വന്നതായ എൻ്റെ ഭാഗ്യം, ഇതിനകത്ത് വന്നതാണ് ഭാഗ്യം. യാതൊരു ഗതിയും ഗത്യന്തരവും പ്രത്യാശ ഒന്നുമില്ലാതെ അലഞ്ഞ് ആമൻ നശിച്ചു പോകണ്ട എന്നെ യേശു രക്ഷിച്ചു, ഈ സത്യകൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നു. അതാ ഏറ്റവും വലിയ ഭാഗ്യം. ഇന്നാളൊരാൾ പറഞ്ഞു പെന്തിക്കോസുകാരെല്ലാം കള്ളന്മാരാ. നല്ല പെന്തിക്കോസിനകത്ത് ജീവിക്കുന്ന നല്ല ആൾക്കാരുണ്ട്. നീ കുറെ കള്ളന്മാരെ കുറെ നാളായിട്ട് കണ്ടു കിടക്കുന്നതല്ലാതെ. വെള്ളാപ്പള്ളി പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം സഭയിലും പറഞ്ഞു, കടവെടുത്ത് പറയുക. പണ്ട് പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു സ്വാമിമാരെല്ലാം കള്ളന്മാരാണ്. അദ്ദേഹം പറഞ്ഞ ഡയലോഗാ, സ്വാമിമാരെല്ലാം കള്ളന്മാരില്ല, പക്ഷെ കള്ളന്മാർ കുറച്ച് പേര് സ്വാമിമാരായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പെന്തിക്കോസുകാരെല്ലാം കള്ളന്മാരില്ല, എന്നാൽ ചില കള്ളന്മാർ ഇപ്പൊ പെന്തിക്കോസിൽ വന്നിട്ടുണ്ട്. ജീവിക്കുന്ന പെന്തിക്കോസുകാരുണ്ട്.
പരമാർത്ഥതയോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, ഭക്തിയോടെ ആമേൻ നല്ല പെന്തിക്കോസിന്റെ തനതായ നിലയിൽ ജീവിക്കുന്ന 100 കണക്കിന് ദൈവ കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം. അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മളെ പറ്റി അഭിപ്രായമൊക്കെ ചോദിക്കുന്നത് നല്ലതാ. എന്നെ പറ്റി ഇങ്ങനെ ഒത്തിരി അഭിപ്രായമാണ്. അപ്പൊ എന്തായാലും കൊള്ളാം, അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുന്ന നല്ലതാ. എന്നാൽ യേശു ക്രിസ്തുവിനെ പറ്റി പറയുക, യാതൊരു ഊനമില്ലാത്തവനാ ഈ കുഞ്ഞാട്. കർത്താവാകുന്ന യേശു ക്രിസ്തുവാ. പൗലോസ് വ്യക്തമായി പറഞ്ഞു, നമ്മുടെ പ്രസംഗ കുഞ്ഞാട് മറക്കപ്പെട്ടു, കർത്താവാകുന്ന യേശു ക്രിസ്തു തന്നെ. ആ കുഞ്ഞാടിന്റെ യോഗ്യതയാണ് അവൻ 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതും ആണുമായിരിക്കണം. ഊനമില്ലാത്ത പാപമില്ലാത്ത ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. പല കോടതി മാറി വിസ്തരിച്ചിട്ടും യേശു ക്രിസ്തുവിൽ ഒരു കുറ്റവും കണ്ടില്ല. അവസാനം പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകി വെച്ച് പറഞ്ഞു, നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ക്രൂശിൽ കടന്ന ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തം പറഞ്ഞു, നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ട് ഈ ക്രൂശിൽ കയറി. ഈ നീതിമാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. കള്ളസാക്ഷികളെ പലരെയും കൊണ്ടുവന്ന് കള്ളസാക്ഷി പറയാൻ നോക്കിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഒത്തുവന്നില്ല. പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേച്ചാത്തവൻ, പാപമറിയാത്തവൻ, പാപം ചെയ്യാത്ത പരമവിശുദ്ധനാണ് ക്രിസ്തു. ഊനമില്ലാത്തവൻ, യാതൊരു കളങ്കമില്ലാത്തവൻ. ആ കർത്താവിനെ കരമുയർത്തി ഇന്ന് രാത്രി നന്ദിയോടെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. നിർമ്മലമായ രക്തം യർമ്മദാ നീ ചൊരിഞ്ഞു, നിർമ്മലമായ രക്തം യർമ്മദാ നീ ചൊരിഞ്ഞു. കന്മഷം പോക്കി ദുഷ്ടകർമ്മ ഫലത്തിൽ നിന്നു വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നു. വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നു. അന്നാസും കയ്യപ്പാവും ഹെരോദും വന്നു നിന്നെ, അന്നാസും കയ്യപ്പാവും ഹെരോദും വന്നു നിന്നെ. നിന്നിച്ചു പീഡ ചെയ്തതല്ല, സഹിച്ചുവല്ലോ മറുത്തതില്ലതെന്നും റോമാ ഗവർണർ മുൻപിലും നീ. മറുത്തതില്ലതെന്നും റോമാ ഗവർണർ മുൻപിലും നീ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പൊ ഈ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു. ഈ കുഞ്ഞാടിന്റെ വിശേഷത, അവൻ വീടൊന്നിനൊരു ആട്ടിൻകുട്ടി, ഒരു കുടുംബത്തിന് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടാ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു കുഞ്ഞാട് അവിടെ ഒരാടിനെ യാഗം കഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഇസഹാക്കിന് പകരമായിട്ട്. ലേവിയ പുസ്തകം 16 പഠിക്കുമ്പോൾ അവിടെ ഒരു ആടിനെ അറക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരാടിനെ വിടുന്നതായിട്ടും കാണുന്നുണ്ട്. അസസ്സേലിന് ചീട്ട് വീണ ആട്, വിസ്തരിക്കുന്നില്ല. ആ ആടിന്റെ പ്രത്യേകത ഇസ്രായേൽ ഗോത്രങ്ങളുടെ പാപം വഹിച്ചു കൊണ്ടുപോകുന്ന ആട്. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി 22 വ്യക്തിക്ക് വേണ്ടി യാഗമായി തീർന്നയാട്. പുറപ്പാട് 12 കുടുംബങ്ങൾക്ക് വേണ്ടി യാഗമായ കുഞ്ഞാട്. ലേവിയ പുസ്തകം 16 പഠിക്കുമ്പോൾ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രം പാപം വഹിക്കുന്ന യാഗമാക്കപ്പെട്ട മരുഭൂമിയിലേക്ക് വിട്ടയക്കുന്നതിനുമായി യഹോവയുടെ സന്നിധിയിൽ ജീവനോടെ നിർത്തണം. അപ്പോൾ വേറൊരു ആടിനത് ശിരസി കൈവച്ച് ഇസ്രായേൽ മക്കൾ ചെയ്തു കൂട്ടിയ അക്രമങ്ങളും അനീതികളും പാപങ്ങളും അതിന് മേൽ ചുമത്തുക. അപ്പൊ ഒന്നുകൂടെ പറയാ, ഉൽപ്പത്തി 22 വ്യക്തിക്ക് വേണ്ടി ഇറക്കപ്പെടുന്ന കുഞ്ഞാട്, പുറപ്പാട് 12 കുടുംബങ്ങൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട് ഇറക്കപ്പെടുന്ന കുഞ്ഞാട്, ലേവിയ 16 12 ഗോത്രങ്ങളുടെ പാപം വഹിക്കുന്നയാട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ കുഞ്ഞാടിന്റെ പ്രത്യേകത വ്യക്തിക്കും കുടുംബത്തിനും ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മുഴു ലോകത്തിന് വേണ്ടി അറക്കപ്പെടുന്ന ഒരു കുഞ്ഞാടാ. ആ കുഞ്ഞാടിനെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. കുഞ്ഞാട് നീ അറുക്കപ്പെട്ടു. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ യോഗ്യത ഇന്ന് രാത്രി മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട്. ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത, യോഗ്യതകൾ അതിന്റെ 9-ാമത്തെ വാക്യം വായിച്ചേട്ടെ. 5-ാം അധ്യായം. വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും, ഭാഷയിലും വംശത്തിലും. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കുഞ്ഞാടിന്റെ 1-ാമത്തെ യോഗ്യത രക്തം ചൊരിഞ്ഞ് മരിച്ച കുഞ്ഞാട്. ഇതാരാന്ന് ഞാൻ വിസ്തരിക്കേണ്ട, കർത്താവാകുന്ന യേശു ക്രിസ്തു. എന്തിനാണ് ഈ കുഞ്ഞാട് രക്തം ചൊരിഞ്ഞത്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയെന്ന ആ പാപികളാകുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവകുഞ്ഞാടാകുന്ന ക്രിസ്തു സ്വർഗമഹിമ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്നു.
ഫിലിപ്പിയാലേഖനത്തിലെ വാക്യം നിങ്ങൾക്കെല്ലാം മനപാഠമാ. ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തു ദൈവകുഞ്ഞാണ്. എന്തിന്? എന്റെയും നിന്റെയും പാപം പരിഹരിക്കുവാൻ, എന്റെയും നിങ്ങളുടെയും പാപം ചുമന്നൊഴിക്കുവാൻ അവിടുന്ന് നമുക്ക് വേണ്ടി രക്തം ചിന്തി. കന്യാസൂര്യമായി ഭൂമിയിൽ അവതരിച്ച് നാടെങ്ങും നന്മ സുവിശേഷിച്ചു. മുമ്പേ ഓർപ്പിച്ചല്ലോ, മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി, സകല ദീനക്കാരെ വ്യാധിക്കാരെ സൗഖ്യമാക്കി. തിരുവെടുത്ത് എഴുതി വെച്ചതുപോലെ കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി. എന്തിനേറെ ഗെത്സമനെ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ യൂദയുടെ ഒറ്റക്കൊടുപ്പിനാൽ വാളും വടിയും തീപട്ടി പന്തങ്ങളുമായി പടയാളികൾ വന്ന് പിടികൂടിയൊരു കള്ളനെ, കൊള്ളക്കാരനെ, കൊലപാതകന് പിടിച്ചു കെട്ടുമ്പോൾ അവിടുത്തെ പിടിച്ചു കെട്ടി അടിച്ചും ഉപദ്രവിച്ചും പഴിച്ചും നിന്ദിച്ചും എന്തിനെ രാത്രി മുഴുവൻ ശോഭകേടുകളും ആക്ഷേപങ്ങളും പടികളും നിരത്തി. ഒടുവിൽ മുൾക്കിരിയുടെ ധാരിയായി ചാട്ടമാറ് കൊണ്ടുള്ള പ്രകരം ഏറ്റ് മുതുക ഉടവജാല് പോലെ നീളത്തെ കീറപ്പെട്ടവനായി, മുഖത്ത് രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി, ഹല്ലേലൂയ, കണ്ടാൻ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ടവനായി അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കി തന്നു. ഒടുവിൽ പീലാത്തോസിന്റെ കൽത്തളം മുതൽ നമുക്കറിയാം കാൽവരി മേട് വരെ കുരിശുമരം ചുമന്ന് വീണും വേച്ചും വരച്ചും കാൽവരിയുടെ കൊലമരത്തിൽ രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ഇരുപാണികൾ കേൾപ്പിച്ചു കൊടുത്ത നസറയനാകുന്ന യേശു ക്രിസ്തു. അവിടുത്തെ തിരുമരണ സമയത്ത് നമുക്ക് ആ ഭാഗം അറിയാം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, പാറ പിളർന്നു, ഈ ഭൂതലമെല്ലാം ഇളകി, മരിച്ചവർ ഉയർത്തു, കല്ലറകൾ തുറന്നു. യെരൂശലേം ദേവാലയത്തിന്റെ തിരശ്ശീല മുകളിൽ നിന്ന് രണ്ടായിട്ട് ചിന്തി. ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം, നമുക്കറിവുള്ള ഭാഗമാണ്. അണ്ടഘടാകം മുഴുവൻ കണ്ണടക്കിയ അവിടുത്തെ തിരുമരണ സമയത്ത് 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം കൂരിരുട്ടുണ്ടായി. ആ ഭാഗം പ്രസംഗിക്കുമ്പം ഞാൻ ഇവിടെ അടുത്ത ഷൗമേൽ സാറിനെ ഞാൻ ഓർക്കുന്നത്. അദ്ദേഹം കടന്നുപോയി ഒരു TKS. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ പാട്ട് പാടിയപ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളി അവിടെ ഉണ്ടായിരുന്നെന്നാണ്. അതുപോലെ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് പഴയ പാട്ടാണ്. ഷൗമേൽ സാറും അവിടെ ഉണ്ടായിരുന്ന ക്രൂശ് മരണ സമയത്ത് അവിടെ പുള്ളി ഇതെല്ലാം കണ്ടോണ്ട് എഴുതുന്നത് പോലെ. എനിക്ക് പാടാൻ വലിയ ഷായി പാസ് ഉണ്ടായിരുന്ന എടുത്ത് പാടിയെന്ന് എന്ത് ചെയ്തോ, ഞാൻ വന്നപ്പം മുതൽ വിളിക്കുക. സാർ എഴുതിയ TKS എഴുതിയ പാട്ട് നല്ല പാട്ടാണ്. കർത്താവിൻ്റെ തിരുമരണ സമയത്ത് എഴുതി വെച്ചിരിക്കുന്ന പ്രയോഗമാണ്. അറിയാവുന്നൊരു വേണേ എൻ്റെ കൂടെ ചേർന്നൊന്ന് പാടിക്കൂ. ഭൂതലനാഥൻ തന്നുട മരണം കാണുക ദുർവകമായകോ, ഭൂതലനാഥൻ തന്നുട മരണം കാണുക ദുർവകമായകോ, ഭൂരിഭയം പൂണ്ടിളകുകയോ ഈ പ്രകൃതികളകിലമിതൽപുതം, ഭൂരിഭയം പൂണ്ടിളകുകയോ ഈ പ്രകൃതികളകിലമിതൽപുതം, പാറ പിളർന്നു പാരിളകന്നു പാവന മൃദുരുയിരാർന്നുക, പാറ പിളർന്നു പാരിളകന്നു പാവന മൃദുരുയിരാർന്നു, ഇരുകയായി തിരുശീലയും തൻമൃതി നേരം സൂര്യനിരുന്നുപോ, ഇരുകയായി തിരുശീലയും തൻമൃതി നേരം സൂര്യനിരുന്നുപോ, എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം, എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ. നമ്മുടെ കരമുയർത്തി കർത്താവിന് മഹത്വപ്പെടുത്തിയാണ്. അവിടുത്തെ തിരുമരണം മരിച്ചു വന്ന് ഉറപ്പ് വരുത്തുവാൻ നമുക്കറിയാം. ഒരു പടയാളി വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടു. ഈ കുഞ്ഞാട് രക്തം നമുക്ക് വേണ്ടി ചിന്തി. അപ്പോൾ ഈ കുഞ്ഞാടിന്റെ യോഗ്യത ഒന്ന്, രക്തം മനുഷ്യവർഗത്തിന് വേണ്ടി ചിന്തിയ കുഞ്ഞാട്. അതാണ് ആ 9ാമത്തെ വാക്യത്തിൽ നാം പഠിക്കുന്നത്. രക്തം ചിന്തിയ കുഞ്ഞാട്. എന്തിനു വേണ്ടി ഈ രക്തം ചിന്തി? എന്റെയും നിന്റെയും പാപം പരിഹരിച്ച് വിലയ്ക്ക് വാങ്ങാൻ. എന്തുവാ അവിടുത്തെ രക്തത്തിന്റെ പ്രത്യേകത, വിശേഷത? അവിടുത്തെ രക്തത്തിന്റെ വിശേഷത പാപമില്ലാത്ത രക്തമാ. അവിടുത്തെ രക്തം പുണ്യാക രക്തമാ. അവിടുത്തെ രക്തം രോഗശാന്തി തരുന്ന രക്തമാ. അവിടുത്തെ രക്തം നിന്റെ മാറയെ മധുരിപ്പിക്കുന്ന രക്തമാ. അവിടുത്തെ രക്തം വിലയേറിയ രക്തമാ. അവിടുത്തെ രക്തം അവൻ സംസാരിക്കുന്ന രക്തമാ. അവിടുത്തെ രക്തം നിന്നെ ഗുണീകരിക്കുന്ന രക്തമാ. അവിടുത്തെ രക്തം സൗഖ്യം തരുന്ന രക്തമാ. മാത്രമല്ല, വെളിപ്പാട് പുസ്തകം കൂടെ ചേർത്ത് പിടിച്ചാൽ അവിടുത്തെ രക്തത്തിന്റെ പ്രത്യേകത നമുക്ക് ജയം തരുന്ന രക്തമാ. പാപം മോചിക്കുന്ന രക്തം, രോഗം സൗഖ്യമാക്കുന്ന രക്തം, സമാധാനം തരുന്ന രക്തം, ശുദ്ധീകരിക്കുന്ന രക്തം, ഗുണീകരിക്കുന്ന രക്തം. ആ രക്തം നമുക്ക് വേണ്ടി അവിടുന്ന് ചിന്തി
ദൈവത്തിന് സ്തോത്രം. ആ രക്തത്താൽ എനിക്ക് നിങ്ങൾക്കും അതിക്രമം എന്ന പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഇന്ന് രാത്രി ആ വീണ്ടെടുപ്പ് പ്രാപിച്ച് ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്നേഹിത, സഹോദര, സുഹൃത്തെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേൻ, പാപം പരിഹരിക്കുവാൻ കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ കിഴക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും വടക്കോട്ടും നടന്നത് കൊണ്ടോ എന്തെങ്കിലും ഭൗതിക വസ്തുക്കൾ കൊണ്ട് കൊടുത്തത് കൊണ്ടോ ഒന്നും പാപം പരിഹരിക്കപ്പെടുകയില്ല. വീട് വെച്ചത് കൊടുത്തുകൊണ്ടോ തയ്യൽ മെഷീൻ കൊടുത്തത് കൊണ്ടോ വസ്തു കൊടുത്തത് കൊണ്ടോ കുരിശും തൊട്ടിക്ക് സ്ഥലം കൊടുത്തുകൊണ്ടോ പള്ളി പണിയാൻ സ്ഥലം കൊടുത്തുകൊണ്ടോ പെന്തിക്കോസ് ഹോള് വെക്കാൻ സ്ഥലം കൊടുത്തത് കൊണ്ടോ ഇതുകൊണ്ടൊന്നും പാപം പരിഹരിക്കുകയില്ല. പെന്തിക്കോസ് കുടുംബത്തിൽ ജനിച്ചാലും പാപം പരിഹരിക്കുകയില്ല. പാസ്റ്ററുടെ മോനായതുകൊണ്ടൊന്നും പാപം പരിഹരിക്കുകയില്ല. വലിയ സഭയിലാണ് നീ കൂടുന്നെന്ന് പറഞ്ഞാലും പാപം പരിഹരിക്കുകയില്ല. പാപം മോചിക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ മാത്രം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടൊന്നും പാപം പരിഹരിക്കുകയല്ല, സ്വർഗത്തിലും പോവുകയല്ല. തോമാശ്ലീഹ 52 വന്നെന്നാ ചെല്ലു പറയുന്നത്. 52-ലും വന്നില്ല, 62-ലും വന്നില്ല, 102-ലും വന്നില്ല. അത് വേറൊരു പരമാർത്ഥം. വന്നിട്ടില്ല. പിന്നെ ചെല്ലു പറയുന്ന ആ തോമ അല്ല, മറ്റേ തോമ വന്നെന്നാ, ഗനായി തോമ. അത് 345-ലെങ്ങാണ്ട് വന്നെന്നാ. അത് ഉറകായിലെ സിറിയായിലെ ഉറകായിൽ നിന്ന് എഡേസ തുറമുഖത്തിൽ നിന്ന് വള്ളത്തെ വന്നെന്നാ. വള്ളത്തെ കൊടുങ്ങല്ലൂര് നിങ്ങൾ കേട്ടിട്ടില്ലയോ? നിങ്ങൾ മറ്റേ തോമയുടെ ആളാ. ആ തോമ അല്ല, ഇത് വേറെ തോമ. ഒരു തോമായി നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോവുകയല്ല. ഒരു അന്തർദോഷം നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോവുകയല്ല. നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെങ്കിൽ യേശുക്രിസ്തുവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അവിടുത്തെ തിരുരക്തം കൊണ്ട് മാത്രമേ പാപം പരിഹരിക്കൂ. പാരമ്പര്യം കൊണ്ടൊന്നും രക്ഷപ്പെടാനൊക്കത്തില്ല. ഞാൻ ഇന്ന കുടുംബത്തിൽ പറഞ്ഞതാ, കുരിശുമൂട്ടിലെയാ, കുന്നേലയാ, കുരിശും ചവിട്ടിലെയാ, ഞങ്ങളുടെ അച്ഛന്മാരുണ്ട്, മെത്രാനുണ്ട്, കപ്പിയാറുണ്ട്, കന്യാസ്ത്രീകളുണ്ട്. ഞാൻ ഇപ്പോൾ ഇതെല്ലാം തീർത്തങ്ങ് പറഞ്ഞേച്ച് പോകണ്ട. എനിക്കും ഒരു ചെറിയ ചിന്തയുണ്ട്, ഇനി അധികം നാളില്ലെന്ന്. അതെ, ഞാൻ ചായുന്ന കാര്യമല്ല. നിങ്ങൾ പറയുന്നത് ഞാൻ പോകുന്നെന്ന്. പിന്നെ എന്നെ വിട്ടേച്ച് നിങ്ങൾ എന്നെ എടുക്കാൻ പോവാ. ചിലക്കെന്തൊരു സന്തോഷമായാലും പെട്ടെന്ന് അങ്ങ് പോകുമായിരുന്നേ. ഇപ്പോഴൊന്നും പോകുന്നില്ല. നിന്നെയും കൂടെ അടക്കി വെച്ചാൽ ഞാൻ പോവുള്ളൂ. പക്ഷെ ഇത് യേശു വരാറായെന്നാ പറഞ്ഞെൻ്റെ. അതാ സമയമില്ലെന്ന് ഞാനീ പറഞ്ഞു. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഇനി ഈ മുഖസ്തുതി വെച്ച് ഇപ്പം എല്ലാവരും അങ്ങ് സുഖിപ്പിച്ചല്ലയോ പറയുന്നത്. ആർക്കും ഒരു കുഴപ്പം. യേശുക്രിസ്തു മാത്രമാ ദൈവം. യേശുക്രിസ്തു മാത്രമാ സത്യദൈവം. യേശുക്രിസ്തു മാത്രമാ നിത്യദൈവം. മറ്റൊരുത്തനും രക്ഷയില്ല. നീ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചാലൊന്നും സ്വർഗത്തിൽ പോവുകയല്ല. അച്ഛനും ജമ്മാച്ചനും കപ്പിയാരും മെത്രാനും കശീഷ ഒരു ഇശ ഉണ്ടായാലും നീ സ്വർഗത്തിൽ പോവുകയല്ല. അപ്പച്ചൻ സെൻട്രൽ പാസ്റ്റാ, പുള്ളി തന്നെ പോകുമെന്നുള്ളത് ഇപ്പൊ സംശയത്തിൽ കിടക്കുക. കാരണം പരുവക്കേടായി. ഞങ്ങൾ കുടിക്കാലിലെ ആദ്യ പെന്തിക്കോസുകാരാ. തെക്കേത്തുണ്ടി സ്വർഗത്തിൽ പോവോ? തെക്കേത്തുണ്ടിയും പോകുകയല്ല, പാലത്തും പാട്ടും പോകുകയല്ല. രക്ഷിക്കപ്പെട്ടാ പോവും. നമ്മുടെ പാലത്തും പാട്ടല്ലേ? ഇരിക്കട്ടെ. ചക്കാലക്കാർ പോകുന്നല്ലേ? ചക്കാലം നല്ലതാ. സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. സ്തോത്രം. നീ ഏത് കെടികെട്ടിയ കുടുംബത്തിലാണെന്ന് രക്ഷിക്കപ്പെടാതെ സ്വർഗത്തിൽ പോവുകയല്ല. യേശുക്രിസ്തു മാത്രമായ ഏകരക്ഷകൻ. യേശുക്രിസ്തു അല്ലാതൊരു ദൈവമില്ല. സത്യദൈവം, ഏകദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം യേശുക്രിസ്തു മാത്രം. ഹല്ലേലൂയ. സമയം ഇനി അധികമില്ല. കാര്യമൊക്കെ എല്ലാവരും തീർത്ത് പറഞ്ഞോണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സമയം കിട്ടുമ്പോൾ കാര്യങ്ങൾ തീർത്ത് പറഞ്ഞോണം. ചുമ്മാ ചൂടുവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നടക്കരുത്. ഹോട്ട്സും കാച്ചി പ്രായമായി മാസത്തിൽ 2 കുപ്പി ഹോട്ട്സ്. അത് നല്ലതാ. വീട്ടിൽ വേലയ്ക്ക് വരുന്നവരോടും കാര്യം പറയണം. അത് ചിലപ്പം അവനോട് മിണ്ടുകയില്ല. കാരണം ആ സമയം അവൻ പണിയല്ലെന്ന് പറഞ്ഞാൽ അവൻ 5 മിനിറ്റ് പണിയാതിരിക്കട്ടെ. കാര്യം യേശുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. അവൻ രക്ഷിക്കപ്പെടട്ടെ. മനസ്സിലാകാഴിയൊന്നുമില്ല. യേശുക്രിസ്തു മാത്രം ഏക ദൈവം. ഇതിപ്പോൾ ഒരു ദിവസത്തെ യോഗമായതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞ് ഞാനും അങ്ങ് പോകാം. അപ്പോൾ ഈ കുഞ്ഞാടിന്റെ വിശേഷത, രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞ കുഞ്ഞാട്. ദൈവത്തിന് സ്തോത്രം. 2, ഈ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ യോഗ്യത 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിച്ച് 5:6. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ. അപ്പോൾ ഈ കുഞ്ഞാടിന്റെ 2-ാമത്തെ യോഗ്യത 5-ാം അധ്യായത്തോട് ബന്ധപ്പെട്ട് 2-ാമത്തെ യോഗ്യത നടുവിൽ നിൽക്കുന്ന കുഞ്ഞാടാ, അല്ലെങ്കിൽ മധ്യത്തിൽ. 2 പദം അവിടെ. ഒന്ന് നടുവിൽ, അല്ലെങ്കിൽ അത് തന്നെ മധ്യത്തിൽ. അപ്പൊ ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത നടുക്ക് വെളിപ്പെടുന്നവനാ, അല്ലാതെ കിഴക്കല്ല. അറിയായ്മയുടെ കാലത്ത് നമ്മൾ പറയും പ്രാർത്ഥിച്ചാട്ട് ഉപദേശി.
ബേബി നിനക്ക് യാതൊരു വെളിവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നിന്നോട് ആരാ പറഞ്ഞ കിഴക്കാ വരുന്നെന്ന്? യേശു കിഴക്ക് വല്ല വരുന്ന, തെക്ക് വല്ല വരുന്ന, വടക്ക് വല്ല വരുന്ന, പടിഞ്ഞാറുമല്ല വരുന്ന, അവിടുന്ന് നടുക്ക. കിഴക്ക് ആരാന്നുള്ളത് എസെക്കിയേൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വചനം അറിയാവുന്നവർക്ക് ഞാൻ കിഴക്കോട്ട് നോക്കി അവരെന്തെടുക്കായിരുന്നു? സൂര്യനെ ആരാധിക്കുന്നു. കിഴക്കോട്ടുള്ള ആരാധന സൂര്യാരാധനയാണ്. അതുകൊണ്ട് നീ ദൈവത്തെ ഓർത്ത് നീ പള്ളി പോകാതിരിക്കുന്ന നല്ലത്. നീ അഥവാ അങ്ങ് പോയെന്ന് വെച്ചോ, കിഴക്കോട്ട് നിൽക്കരുത്. നിന്നെ പുള്ളിയോടും പറഞ്ഞു കൊടുക്കണം, അച്ഛാ അല്ല കിഴക്കോട്ടുള്ളത് സൂര്യാരാധനയാണ്. ആ വാക്യം ഒന്ന് വായിച്ചാൽ അറിയാൻ മേലാത്തൊരു കുറിച്ചെടുത്തോട്ടെ. എസെക്കിയേൽ 8:16 പെട്ടെന്ന് വായിച്ചേ. അച്ഛാ ഇതൂടെ കുറിച്ചെടുത്തോണം, അല്ല അവിടെ ചെല്ലുമ്പോൾ മറന്നു പോകും. ഇന്ന് വെള്ളിയല്ലേ? അവൻ എന്നെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവേ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന്റെ നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അടുത്ത വാക്യം, അവർ കിഴക്കോട്ട് നോക്കി ദൈവത്തെ ആരാധിച്ചെന്നല്ലോ, പിന്നെ സൂര്യനെ നമസ്കരിക്കുക. അതുകൊണ്ട് കിഴക്കോട്ടുള്ള ആരാധന സൂര്യാരാധനയാണ്. നമ്മുടെ ആരാധന സൂര്യാരാധനയല്ല, ദൈവാരാധനയാണ്. അഖിലാണ്ടങ്ങളുടെ ഉടയവനായ ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളോട് പറയാ, എല്ലാവരോടും പറയാ, കിഴക്കോട്ട് നോക്കി ഇനി പ്രാർത്ഥിക്കരുത്. പണ്ടൊരു തമിഴ് സഹോദരൻ പറഞ്ഞ പോലെ ശീലിച്ചു പോയി സാറേ, സെറിപ്പെടുകയല്ല, ശീലിച്ചു പോയി. ആ ശീലമല്ല ഇന്ന് രാത്രി മാറ്റണം. നമ്മുടെ കർത്താവ് കിഴക്കും തെക്കുമല്ല വന്നിരിക്കുന്നത്, അവൻ നടുവിൽ വരുന്നവനാ. ശ്രദ്ധിച്ചേ, അവിടുത്തെ വരവും സമീപനവും സാന്നിധ്യമെല്ലാം നടുവിലല്ലേ? മുമ്പേ വായിച്ചല്ലോ, 7 നിലവിളക്കുകളുടെ നടുവിൽ, മുറി അടച്ചിട്ടപ്പോൾ നടുവിൽ, ക്രൂശിൽ കിടന്നപ്പോൾ 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ, 12ാമത്തെ വയസ്സിൽ വെല്ലുവിളി ചെന്നു, അന്നാരും അവരുടെ നടുവിൽ. അങ്ങനല്ലേ? 12ാം വയസ്സിങ്കൽ യേശുവേ നീ നിന്റെ തന്തതള്ളയോടൊരുമി ചീജകേകം. 12ാം വയസ്സിങ്കൽ യേശുവേ നീ നിന്റെ തന്തതള്ളയോടൊരുമി ചീജകേകം. പ്രതിപതിച്ച വീട് കണ്ട ശാസ്ത്രി വൈദ്യരോട് ധർമ്മഭാഷണം നടത്തിയേ മോദിച്ചും നീ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ നാശപാത്രമായ ലോകം ആകയുത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ഒന്നാമത്തെ യോഗ്യത അവിടുന്ന് രക്തം നമുക്ക് വേണ്ടി ചിന്തി. എന്തിന്? പാപം പരിഹരിക്കുവാൻ. 2, ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത എല്ലാവരുടെയും മധ്യത്തിലാണ്, നടുവിലാണ് ഈ കുഞ്ഞാട്. അതുകൊണ്ട് ഇന്ന് രാത്രി വചനത്തിന്റെ ഉപദേശത്തിൽ ദൈവദാസൻ എന്നുള്ള ബന്ധത്തിൽ, ഈ സത്യവചനം പറയുന്നതിനോടുള്ള ബന്ധത്തിൽ പറയട്ടെ, കിഴക്കോട്ട് നോക്കി ഇനി പ്രാർത്ഥിക്കരുത്. അവരാരെങ്കിലും കിഴക്കോട്ട് നോക്കിയാൽ പറയണം, എൻ്റെ പൊന്നച്ച, അച്ഛ, കൊച്ച, അല്ല ഇച്ച പറഞ്ഞേക്കണം, കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കരുത്. കിഴക്കോട്ട് നോക്കിയുള്ള ആരാധന സൂര്യാരാധനയാണ്. അവിടുന്ന് നമ്മുടെ നടുവിലാണ്. ഇവിടുന്ന് ജീവിച്ചപ്പോൾ തന്നെ പറഞ്ഞല്ലോ, 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും കിഴക്ക് വരുമെന്നാണോ? നടുവിലാണ്. അവിടുന്ന് നടുവിൽ വരുന്നവനാ. പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് 25 വായിക്കുന്നത്, നമ്മൾ വായിക്കുന്നത്, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം പണിയണം. അങ്ങനെയെങ്കിൽ ആമേൻ അവിടുന്ന് നമ്മുടെ നടുവിൽ വെളിപ്പെടുന്നവൻ. ഇന്ന് രാത്രിയും അവിടുന്ന് നമ്മുടെ നടുവിൽ നടകൊണ്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ 2ാമത്തെ പ്രത്യേകത എല്ലാവരുടെയും മധ്യത്തിൽ. 3ാമത്തെ പ്രത്യേകത, ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത, 5ാം അധ്യായത്തിന്റെ 5ാമത്തെ വാക്യം വായിച്ച്, ആ വാക്യത്തിൽ അവിടുന്ന് ജയം പ്രാപിച്ചവനാ. 5:5 വെളിപ്പാട് 5:5. പുസ്തകം തുറപ്പാനും വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു.
അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട, യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാനും തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. ഈ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ 3ാമത്തെ യോഗ്യത അവിടുന്ന് ജയം പ്രാപിച്ചവനാണ്. ജയം പ്രാപിച്ചിരിക്കുന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ബാക്കി സകല ആൾക്കാരും പരാജയത്തിന്റെ പടുകുഴി വീണ ഇവിടെ നിന്ന് പോയത്. ജയിച്ച ഒരുവനേ ഉള്ളൂ, നസ്രായം മാത്രം. ലോകരാജ്യങ്ങൾ പിടിച്ചടക്കിയവരും യുദ്ധത്തിൽ ജയിച്ചവരും വീരന്മാരും ബിരുദന്മാരും മിടുക്കന്മാരും മതനേതാക്കന്മാരും സാമുദായിക നേതാക്കന്മാരും ഭരണ പരിഷ്കർത്താക്കളും എന്ന് വേണ്ട ആമെ കടലിനെ നോക്കി ആമെ ആക്രോശിച്ച് കരയാണെങ്കിൽ വെട്ടിപ്പിടിക്കാമെന്ന് പറഞ്ഞവരും സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള അനേകം മിടുക്കന്മാരുണ്ട്. പക്ഷേ സകലയെണ്ണോ ആമനെ പരാജയപ്പെട്ട് തോറ്റുപോയി. എന്നാൽ ജയിച്ചവൻ ഒരുവനേ ഉള്ളൂ. ആര് ജയിച്ചു? യേശു ക്രിസ്തു ജയിച്ചു. എന്തിനെ ജയിച്ചു? എല്ലാത്തിനെയും ജയിച്ചു. ജനനം മുതലേ ജയമല്ലേ. ജനിച്ചപ്പോഴേ കൊച്ചുങ്ങളെ എല്ലാം കൊല്ലണമെന്ന ആമെ രാജാവ് കൽപ്പന. പക്ഷെ അവിടുന്ന് ജയിച്ചാ ഇങ്ങോട്ട് കയറി വന്നത്. ചെന്നെടുത്തെല്ലാം അവിടുന്ന് ജയിച്ച് ഒടുവിൽ അവിടുന്ന് മരണത്തെയും ജയിച്ചു. മരണത്തെ ജയിച്ച ഒരുവനേ ഉള്ളൂ, നസ്രയനാകുന്ന യേശു ക്രിസ്തു മാത്രം. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ആമെ അവിടുന്ന് അറക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ, മരണത്തെ ജയിച്ചവൻ. ഇന്ന് രാത്രി ജയാളിയായ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അതുകൊണ്ട് മരണഭീതികളിൽ അടിമപ്പെട്ടിരുന്ന എന്നെയും നിന്നെയും തൻ്റെ മരണത്താൽ ആമൻ ജയിച്ച് മരണത്തിൻ്റെ അടിമകളായിരുന്ന എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത് വിലയ്ക്ക് വാങ്ങി ആമൻ മരണഭീതികളിൽ അടിമപ്പെട്ട എന്നെയും നിങ്ങളെയും വിടുവിച്ച് തൻ്റെ മരണത്താൽ ആമൻ പിശാചിനെ തകർത്ത് ജയിച്ച് മരണത്തെ ജയിച്ച ഒരുവനേ ഉള്ളൂ, നസ്രയനാകുന്ന യേശു ക്രിസ്തു മാത്രം. മിടുക്കന്മാർ പലരും വന്ന് മരണത്തോട് ആമൻ മല്ലടിച്ച് പരാജയപ്പെട്ടാ പോയത്. ചിലൊന്നും പറയാനാ പോയത്. യേശു മരിക്കുന്ന സമയത്തും കാര്യം പറഞ്ഞാ പോയത്. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ആമൻ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോയാ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം എന്തെല്ലാം കാര്യം പറഞ്ഞാ പോയത്. മരിച്ചു, ആമൻ മണ്ണോട് ചേർന്നില്ല. 3-ാം ദിവസം തിരുവെടുത്ത് കൊരിന്ത്യലേഖനം 15 വായിക്കുന്നത് പോലെ തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ഉയർത്തു, ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കാൻ വല്ലഭത്തമുള്ളവനാ. കർത്താവിന് മകത്ത് അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ യോഗ്യത: 1, അവിടുന്ന് രക്തം നമുക്ക് വേണ്ടി ചിന്തി. 2, എല്ലാവരുടെ മധ്യത്തിൽ കുഞ്ഞാട് നിൽക്കുന്നു. 3, അവിടുന്ന് ജയം പ്രാപിച്ചവനാ. 4ാമത്തെ ചിന്ത, ഈ കുഞ്ഞാടിന്റെ ഒരു യോഗ്യത: സർവ്വ സൃഷ്ടികളും ആരാധിക്കുവാൻ യോഗ്യനായവനായി കുഞ്ഞാട്. ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാട്. 13ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 13ാം വാക്യം. 13. സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ സർവ്വ സൃഷ്ടികളും ആരാധിക്കുവാൻ യോഗ്യതയുള്ള ഒരുവനേ ഉള്ളൂ, നസ്രയനാകുന്ന യേശു ക്രിസ്തു. ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഇനി ദീർഘമാക്കുന്നില്ല. കർത്താവിന് മഹത്വം. ഈ കുഞ്ഞാടിന്റെ യോഗ്യത: സർവ്വ സൃഷ്ടികളും ചരാചരങ്ങളും ആരാധിക്കാൻ യോഗ്യനാവനായ യേശു ക്രിസ്തു. ഭൂമിയിലുള്ളതും വെള്ളത്തിലുള്ളതും സ്വർഗത്തിലുള്ളതും വെള്ളത്തിന് കീഴെയുള്ളതും സർവ്വ സൃഷ്ടികളും ആരാധിക്കുന്നവൻ ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഇന്ന് രാത്രി ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത: ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാടാ. 1-2 കാര്യം പറഞ്ഞങ്ങ് നിർത്താം. ആരെ ആരാധിക്കണം? യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. മനുഷ്യനെ ആരാധിക്കരുത്, മൃഗങ്ങളെ ആരാധിക്കരുത്, ചരാചരങ്ങളെ ആരാധിക്കരുത്, സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, നക്ഷത്രങ്ങളെ ആരാധിക്കരുത്, പുരുഷനെ ആരാധിക്കരുത്, സ്ത്രീയെ ആരാധിക്കരുത്, അപ്പനെ ആരാധിക്കരുത്, അമ്മയെ ആരാധിക്കരുത്. പക്ഷെ അപ്പനെ അമ്മയും ബഹുമാനിക്കണം. മനസ്സിലായോ? അമ്മ ആരാധിക്കണ്ട, അമ്മയെ ബഹുമാനിക്കണം. അങ്ങനെ ആ പുസ്തകം പഠിപ്പിക്കുന്നത്. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മയെ. ഈ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ ആദരിക്കുകയും ശുശ്രൂഷിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ജീവിച്ചിരിക്കുമ്പോൾ അപ്പനോ അമ്മയ്ക്കോ ഒരു ഉമ്മ കൊടുക്കണം. അതിന് സമയവും ഇല്ല, ഇന്ന് വരെ കൊടുത്തിട്ടുമില്ല. ചത്ത് കിടക്കുമ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ല എന്നല്ല, നിങ്ങൾ എത്ര എണ്ണം കൊടുത്തേച്ചാ അമ്മ ഇരിക്കുന്നേ? കമ്പിവടി പോലെ കിടക്കുക.
ജീവിച്ചിരുന്നപ്പോൾ അപ്പൻ്റെ അമ്മയുടെ ഇടയ്ക്ക് ചെന്ന് 10 മിനിറ്റ് ഇരുന്ന് ആ കവിളിനൊരു ചുംബനം കൊടുത്താക്കി എൻ്റെ കുഞ്ഞ് തന്ന ചുംബനമാണ്. അവർക്ക് മനസ്സിലാകും, ഒരു മനസ്സിനൊരു തൃപ്തിയുണ്ട്. മരിച്ചു കഴിയുമ്പോൾ അതും ചുംബനം കണ്ട, നിങ്ങൾ ചുംബനം എടുക്കുമ്പോൾ വീഡിയോ നോക്കിക്കൊണ്ടാ ചുംബിക്കുന്നത്. എന്തിനാടാ ഈ വേഷം കെട്ടല്ല? മരിച്ചു കിടക്കുമ്പം റീത്ത് ഇപ്പൊ അല്ല പൂവല്ലേ, പൂവ് എന്തിനങ്ങനെ ബൊക്ക. നീ ജീവിച്ചിരുന്നപ്പോ തള്ളയുടെ ഒരു മുല്ലപ്പൂ കൊണ്ട് കൊടുത്താൽ മതിയായിരുന്നു. അതിന് 5 പൈസ പോലും. മരിച്ചു കഴിഞ്ഞപ്പോൾ പെമ്പളയുടെ വീട്ടുകാർ മുടുത്തൊരു ബൊക്ക, പെമ്പള വീട്ടുകാർ, അവൾ ഈ തള്ളയ്ക്ക് വെള്ളം കൊടുക്കാത്തവളാ. എന്നെ എല്ലാവർക്കും ഒരു പരുവക്കേട് പോലെ. എന്തിനാ ഈ കോക്കാൻ ബീച്ച്? ചത്ത് കഴിയുമ്പോഴുള്ള പോസ്റ്റേലും മതിലേലും എല്ലാം അമ്മച്ചിയുടെ അപ്പച്ചൻ്റെ ഫോട്ടോ. അപ്പച്ചനെ അന്നേ ടൈ കെട്ടിയത്. ചാക്കോ ചാക്കോ കുഴിക്കാല. എന്തിനാടാ? ജീവിച്ചിരുന്നപ്പോ അപ്പനും അമ്മയ്ക്ക് ഇച്ചിരി വെള്ളം കൊടുത്തിരുന്നാലോ? ജീവിച്ചിരുന്നപ്പോൾ അവരോട് മാന്യമായിട്ട് പെരുമാറിയെങ്കിലോ? മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും കാണിക്കാനല്ലയോ? സ്തോത്രം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാനിത് പറയുന്ന ചിലർക്ക് ഇഷ്ടമല്ല. മരിച്ചു കഴിയുമ്പം ഇത് എന്തോ അതിന് പറയുന്നത്, ആ ഫ്ലക്സ് അല്ല, അല്ലെ പേപ്പറിൽ എഴുതി പോലെ പേപ്പറിൽ എഴുതി കൊണ്ടുവരുമല്ലോ. മരണക്കുറിപ്പ് അല്ല, പ്ലസാണ്. ഓ സ്മരണ. ആ സ്മരണ, അതിന് എന്താ സ്മരണക്കുറിപ്പാണെന്നോ? ആ ഒത്തിരി എഴുതുമല്ലോ. ആ കുടുംബത്തിൻ്റെ മഹിമയും ചെയ്ത വീരകഥകളും ഇതൊന്നും എഴുതി നടക്കണ്ടായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞിരുന്നല്ലോ, അവർ 5 കൊല്ലം കൂടെ ജീവിച്ചാനും. ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ, മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. അപ്പനെ അമ്മയും ബഹുമാനിക്കണേ. പ്രായമുള്ള നിന്റെ അപ്പം വൃദ്ധനായിരിക്കുമ്പോൾ അവനെ നിന്ദിക്കരുത്. ജനകനാ, ജനിപ്പിച്ച ആളാ. 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച പെറ്റതള്ളയാ. അമ്മയെ വേദനിപ്പിക്കരുത്. മാതാപിതാക്കൾക്ക് വെള്ളം കൊടുക്കാറ് അവരെ വേദനിപ്പിച്ച് പ്രാർത്ഥിച്ചാലൊന്നും ദൈവം കേൾക്കുകയല്ല. ചുമ്മാ തുമ്പി തുള്ളുമ്പോൾ ഇങ്ങനെ എന്നാ തുമ്പി തുള്ളാത്ത എച്ചി തുമ്പി തുള്ളാത്ത ഇങ്ങനെ പണ്ട് ഓണക്കളിക്ക് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. വെറുതെ നീ കിടന്ന് തുള്ളി അണയ്ക്കാന്നല്ലാതെ അവസാനം പെടലിക്കൊരു വേദന, പിന്നെ യോഗത്തിനും വരാനൊക്കെയല്ല. പിന്നെ മറ്റേ ഇത് ഇടുവല്ല, എന്നാ പറഞ്ഞേ, എന്നാ അമ്മമ്മ ഇങ്ങനെ നടക്കുന്നേ? എന്നാന്നറിയാമല്ല, ഞാൻ കാത്തിരിപ്പ് യോഗത്തിന് പോയതിന് ശേഷം വല്ല കാര്യമുള്ള കാര്യമാണോ? മാതാപിതാക്കളെ ബഹുമാനിക്കണേ. അങ്ങനെ പുസ്തകം പഠിപ്പിക്കുന്നത്. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയായത്. കൽപ്പനയാ. അതുകൊണ്ട് ആട്ടെ, ഞാൻ ഓടിച്ചു പറയാ ഭാഗം ഇന്ന് പെട്ടെന്ന് നിർത്തിയേക്കാം. ഇല്ലോ സമയമായില്ലയോ? ആ നിർത്താം. എടുത്ത എങ്ങോട്ട് പോകാനാ? ചെന്നിച്ച് കഴിച്ചാൽ ചെല്ലം കയറി കിടക്കാനാ. അവിടെ ഇരിക്കട്ടെ. ഓട്സൊക്കെ ഒന്നുകൊണ്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇച്ചിരി കഴിയട്ടെ. നാളെ യോഗം ഇല്ലല്ലോ. ദൈവത്തിന് മഹത്വം. അപ്പനെ അമ്മയെ ആരാധിക്കരുത്, അപ്പനെ അമ്മയും ബഹുമാനിക്കണം. ഒന്നുകൂടെ പറയാം, യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യൻ. ആരെ ആരാധിക്കണം? യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. കല്ലിനെ ആരാധിക്കരുത്, മരത്തെ ആരാധിക്കരുത്, മൃഗത്തെ ആരാധിക്കരുത്, മനുഷ്യനെ ആരാധിക്കരുത്, പട്ടിയെ ആരാധിക്കരുത്, പന്നിയെ ആരാധിക്കരുത്, പശുവിനെ ആരാധിക്കരുത്, അപ്പനെ ആരാധിക്കരുത്, അമ്മയെ ആരാധിക്കരുത്, ടീച്ചറിനെ ആരാധിക്കരുത്, ഗുരുവിനെ ആരാധിക്കരുത്. അവരെയൊക്കെ ബഹുമാനിക്കണം. മൃഗത്തോട് കനിവുണ്ടായിരിക്കണം. മൃഗമല്ലേ, അതിനെ ഉപദ്രവിക്കരുത്, അതിനു വേണ്ട സംരക്ഷണം കൊടുക്കണം. പക്ഷെ ആരാധിക്കരുത്. ഈ പുസ്തകം അങ്ങനെയാ പഠിപ്പിക്കുന്നത്. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം തമ്പുരാനാ. ദൈവത്തെ മാത്രമേ നീ ആരാധിക്കാവൂ. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, ആരെ ആരാധിക്കണം? യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ഒരു കാര്യത്തോടെ പറഞ്ഞങ്ങ് നിർത്താം, അതിനേ ഉള്ളു സമയം. ആരാണ് ഈ ആരാധിക്കേണ്ടത്? എല്ലാവരും കയറി ആരാധിക്കരുത്. ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. അതെന്താ വ്യവസ്ഥ? അതുകൂടെ പറയാം. എല്ലാവരും ആരാധിച്ചാൽ ആ ആരാധന സ്വർഗം അംഗീകരിക്കത്തില്ല. പിന്നെ ആരാധിക്കുമ്പോൾ ആ ദൈവം അംഗീകരിക്കുന്നത്? പറയാം. ആദ്യം നിഴല് തരാം. നിങ്ങൾക്ക് വചനത്തിൽ തിട്ടമുള്ളവരാ. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ ഏതാണ്ട് 430 വർഷം അടിമകളായി പാർത്തു. 215 വർഷം പീഡയുണ്ടായി. ഭാഗം നിങ്ങൾക്കറിയാം. ഒടുവിൽ ഇവർ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം ഇവരെ ഉത്തരിച്ചു. മോശയെ ദൈവം തെരഞ്ഞെടുത്തു. കൂട്ടിന് അഹരോനെ വിട്ടു. പ്രവചന പുസ്തകത്തിൽ മിരിയാമിനെ വിട്ടെന്ന ഇവർ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒടുവിൽ മിസ്രയീമിൽ നിന്ന് ദൈവം ഇവരെ പുറപ്പെടുവിക്കുക.
അതാണ് നമ്മൾ മുമ്പ് വായിച്ചത്. ഒരു കുഞ്ഞാടിനെ നേരത്തെ ചോരത്തളി ആചരിച്ചു. അത് രക്ഷയെ കാണിക്കുന്നതാണ്. രക്ഷ. ഇന്ന് ഈ ആഭിമാസം മുതൽ മാസത്തിന്റെ ആരംഭമായിരിക്കണം. 1-ാം തീയതി ആ മാസത്തിന്റെ ആരംഭമായിരിക്കണം. 10-ാം തീയതി ഒരു ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. അതാണ് നമ്മൾ മുമ്പേ വായിച്ചത്. അപ്പോൾ 14-ാം തീയതി സന്ധ്യാസമയത്ത് തന്നെ അറുത്ത് അതിന്റെ രക്തം കിണ്ണത്തിലെ എടുത്ത് ഈസോപ്പ് ചെടിയുടെ കെട്ടെടുത്ത് കിണ്ണത്തി മുക്കി കട്ടളക്കാർ രണ്ടിലും കുറുമ്പടി മേലെ പുരട്ടണം. കാലിൽ ചെരുപ്പിട്ട് കയ്യിൽ വടി പിടിച്ച് അരമുറിക്ക് കുഞ്ഞാടനെ തീഴ്ചുട്ട് കയ്പ് ചേരിയോടുകൊണ്ട് ഭക്ഷിക്കണം. അന്ന് രാത്രി ഒരു പുറപ്പാട് ദൈവം തരിക. ഭാഗം നിങ്ങൾക്കറിയാം. അങ്ങനെ കുഞ്ഞാടിനെ ചോരത്തളി ആചരിച്ചവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. അത് രക്ഷയെ കാണിക്കുക. രക്ഷ എന്ന് പറഞ്ഞാൽ ഇവർ രക്ഷിക്കപ്പെട്ടു. ഈ രക്ഷിക്കപ്പെട്ടവര് മിസ്രൈമിൽ നിന്നില്ല, അവര് മിസ്രൈം വിട്ടു. രക്ഷിക്കപ്പെട്ടാൽ മിസ്രൈം വിട്ടോണം. നീ രക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പോൾ അവിടെ തന്നെ. അമ്മാമ്മ രക്ഷിക്കപ്പെട്ടതാണോ അമ്മച്ചി? പിന്നെ ഞാൻ മൂത്താമ്പാക്കൽ കൊച്ചു ഉപദേശിയുടെ കാലത്ത് രക്ഷിക്കപ്പെട്ടതാ. എന്നിട്ട് ഇപ്പോൾ എവിടാ? രക്ഷിക്കപ്പെട്ടു, പിന്നെ അവിടെ തന്നെ പെട്ടു. അപ്പച്ചൻ രക്ഷിക്കപ്പെട്ടതാണ് 98. ഞാൻ പുഞ്ചമണ്ണിൽ മാമന്റെ കാലത്ത്, പുഞ്ചമണ്ണിൽ മാമച്ചെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ മിറ്റത്താ യോഗം. അന്ന് എനിക്ക് 8 വയസ്സ്. അന്ന് ഞാൻ കൈപൊക്കി. എന്നിട്ടോ രക്ഷിക്കപ്പെട്ടു. എന്നിട്ടോ പിന്നെ അവിടെ തന്നെ പെട്ടു. ഇത്രോ ഞാനിപ്പോ പറയുന്നുള്ളൂ. നീ രക്ഷിക്കപ്പെട്ട ദൈവപൈതലാണെങ്കിൽ മിസ്രൈം വിടണം. ചെല്ലി പറയുന്നത്, രക്ഷിക്കപ്പെട്ടിട്ട് പറയുന്നത് ഞങ്ങൾ അവിടെ നിൽക്കുന്ന എന്നാന്നറിയോ? കുറച്ച് പേരെയും കൂടെ നേടിക്കൊണ്ട് നടക്കുകയല്ല ജോർജ. അതിന് ഉദാഹരണം കവി പണ്ട് പറഞ്ഞു. ഉദാഹരണം പറഞ്ഞതാ. രക്ഷിക്കപ്പെട്ടിട്ട് അവിടെ തന്നെ നിൽക്കുക. എന്തിനാ? കുറച്ച് പേരെയും കൂടെ അവിടുന്ന് നടക്കുകയല്ല. ഉദാഹരണം കവി പണ്ട് പറഞ്ഞ്, വളക്കുഴിക്കകത്തിരുന്ന മണത്തിനായി വർത്തി കൊളുത്തു. വളക്കുഴിക്കകത്തിരുന്ന് മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. വേഗുന്ന വീടിനകമേയിരുന്ന് വിശ്രാന്തി തേടുന്നു വിവേകഹീനൻ. ഒരു വിവരദോഷിയുടെ കാര്യമാണ് പറയുന്നത്. വളക്കുടിക്കകത്തിരുന്ന് മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. അർത്ഥം, പണ്ട് കാലത്ത്, ഇപ്പോഴല്ല, പണ്ട് കാലത്ത് നിങ്ങൾക്ക് പ്രായമുള്ളവർക്ക് കുറച്ചുകൂടെ ബോധ്യപ്പെടും. എൻ്റെ ഓർമ്മയിലും ഉണ്ട്. പണ്ട് നമ്മുടെ പല വീടുകളിലും സെപ്റ്റിക് ടാങ്ക് ഇല്ല. അപ്പൊ പിന്നെ വസ്തു ഉള്ളവർക്ക് വസ്തുവിന്റെ ഏതേലും ഒരു മൂലയിൽ ഒരു കുഴി എടുക്കും. അതിന് വളക്കുടി എന്നാ പറയുന്നത്. ഇപ്പൊ ചെല്ലൊക്കെ അത് ഓർക്കുന്നു പോയിരുന്നതൊക്കെ. പിന്നെ മുഖം കാണുമ്പോൾ എനിക്കറിയാം. ഇതുവരെയും അനങ്ങാതിരുന്ന പുള്ളിക്കാർക്ക് ഒരു ചെറിയ പുഞ്ചിരി. അപ്പൊ പരമാർത്ഥമാ, പണ്ടത്തെ കാര്യം പറയാൻ തന്നെ. അതിന് വളക്കുടി എന്നാ പറയുന്നത്. വളക്കുടിക്കകത്തിരുന്ന് ഒരു പാലത്തടിയൊക്കെ കാണും, ഒരു ചെറിയ മേഘത്തോടെ അവര്. പണ്ട് കാലം അങ്ങനെ മിക്കവരുടെയും വീട്. ഇപ്പോഴല്ലയോ ഇങ്ങനെയൊക്കെ വീടുകളൊക്കെ ആയത്. ഈ വീടാന്ന് ഞാൻ ഈ ഷാജിപ്പാച്ചോടെ താമസിക്കാൻ വന്നപ്പോൾ കുളമായിരുന്നു. അതല്ല ഇപ്പൊ കുളവാന്ന് പറയേ ഇല്ല. നന്നായിരിക്കുന്നു. എന്തായാലും ഇവർ ആണ്ടോടാണ്ടേക്ക് ഇങ്ങനെ യോഗം നടത്തുന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, വളക്കുടി. വളക്കുഴിക്കകത്തിരുന്ന് മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. ഒരുത്തനെ പറ്റി പറയാ. ഒരുത്തൻ ഈ വളക്കുഴിക്കകത്ത്, അതിനകത്തിരിക്കുന്നെന്ന്. അതിനകത്ത് അറിയാമല്ലോ, രാവിലെ ദിനചര്യയുടെ ഭാഗത്തിന് അങ്ങോട്ട് പോകുള്ളൂ. ഉച്ചിഷ്ട അമേത്യം കിടക്കുന്ന സ്ഥലമാണ്. അതിനകത്ത് ഒരുത്തൻ ഇറങ്ങിയിരിക്കുന്നു. വളക്കുഴിക്കകത്തിരുന്ന് മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. ഒരുത്തൻ ആ കുഴിക്കകത്തിരുന്ന് അകബർത്തി കത്തിച്ച് വീശുക. ചന്ദനത്തിരി എന്നെ ഉഞ്ച മണം മാറാൻ തിരി കത്തിക്കുക. ഇരിക്കുന്ന സ്ഥലം എവിടാ? നീ അതിനകത്തിരുന്ന് തിരി കത്തിച്ചാൽ, തിരി കത്തിച്ചും പുകച്ചും ആട്ടിയും കെടുത്തി, ആട്ടിയും ഊതിയും കെടുത്തിയും നിന്റെ ആയുസ് തീരാന്നല്ലാതെ ഈ മണം മാറുകയല്ല. മനസ്സിലായി കാണുമല്ലോ. നീ തിരികത്തിച്ച് ആട്ടി 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 ഊതി 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 വീശി 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 തെക്കോട്ടും കിടക്കോട്ടും കൈ കാണിച്ച് ഇങ്ങനെ പെരുക്കിയിരിക്കാന്നല്ലാതെ ഈ മണം മാറുകയല്ല. സമയമെന്ന് പറയാനാണോ? ഇപ്പം നിർത്തുകയല്ല. ഇരിക്കുന്ന സ്ഥലം വളക്കുഴിയാ. ഈ മണം മാറണമെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം, ആ കുഴിയിൽ നിന്ന് ആദ്യം കരയ്ക്ക് കയറണം. പഴയ രീതി വെച്ച് ഞാൻ പറയാം, ഇപ്പോഴത്തെ രീതിയല്ല. ആ കുഴിയിൽ നിന്ന് കയറി വന്ന് നീ വെള്ളമുള്ള സ്ഥലത്ത് വന്ന് കുളിക്കണം. ഞങ്ങളുടെ കുട്ടനാടൻ ഭാഷ പറഞ്ഞ് അടിച്ച് നനച്ച്
കുളിക്കണം. പഴയ രീതി ലൈഫോയി സോപ്പ് ഉണ്ടെങ്കിൽ ഒരെണ്ണം അങ്ങ് തീർത്തോ. കാരണം പരുവക്കേടായ കുഴിക്കകത്താണ് നീ ഇരുന്നത്. നല്ലതുപോലെ കുളിച്ച് ലൈഫോയി സോപ്പും ഒക്കെ ഇട്ട് കുളിച്ച് കരയ്ക്കോട്ട് വന്ന് വീട്ടിൽ വന്നേച്ച പഴയ കുട്ടിക്കൂറ ഉണ്ടല്ലോ, കുട്ടിക്കൂറ. അതൊന്നും ഇപ്പം അറിയാൻ മേല. പുട്ടുകുറ്റി പോലെ ഇരിക്കുന്ന പൗഡർ ടിന്ന് കുട്ടിക്കൂറ രസം കണ്ടിട്ടില്ലേ? കൊള്ളാം. എനിക്ക് ഇപ്പോഴത്തെ ആൾക്കാരുടെ ഈ അഹങ്കാരം കാണുമ്പോൾ എനിക്കങ്ങ് പഴയതൊന്നും ഇപ്പം ചിലക്ക് ഓർമ്മയില്ല. നിനക്കൊരു നല്ല വീടുണ്ടായിരുന്നോ? നിന്റെ പിള്ളേർ ഇപ്പം അമേരിക്കയിലും പേർഷ്യയിലും ഗൾഫിലും ഒക്കെ പല സ്ഥലങ്ങളിൽ പോയില്ലേ ഇപ്പം നല്ല വീട്? പണ്ട് ആനവായം വരെയല്ലായിരുന്നോ? പറ, ആനവായം വര ചാണകം മെഴുകിയ നിലം തല്ലി കൊണ്ട് അടിച്ചുറപ്പിച്ച്. ഇപ്പം ചിലരുടെ അഹങ്കാരം കാണുന്നതായി സഹിക്കാൻ മേലാത്തത്. പണ്ടൊരു വണ്ടി ഉണ്ടായിരുന്നോ? ഞങ്ങളുടെ മധുരമ്പകയിലെ കുഞ്ഞുപ്പാപ്പൻ ഒരാളെ പറ്റി പറഞ്ഞു, ഇവൻ എന്നാ കാറ് കാണാൻ തുടങ്ങിയത്? കാറ് ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. ഇവന് പണ്ട് കാറ് എന്തോ കാറ്, അവന് മഴക്കാറായിരുന്നെന്ന്. എന്നാൽ ഈ കാറും വണ്ടിയൊക്കെ കാണാം. അപ്പൊ അഹങ്കാരം പാടില്ല. ദൈവം തരുന്ന നന്മയ്ക്കായിട്ട് സ്തോത്രം ചെയ്തോണം, പക്ഷെ പഴയതൊന്നും മറക്കരുത്. അതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വളക്കുഴിക്കകത്തിരുന്ന് ഒരുത്ത മണത്തിനായി വർത്തി കൊളുക്കുന്നു. അടുത്ത വരിക, വേഗുന്ന വീടിനകമേയിരുന്ന് വിശ്രാന്തി തേടുന്നു വിവേകഹീനൻ. പെരയ്ക്ക് തീ പിടിക്കുക, നടുമുറിയും തായ്പരയും ചായ്പ് ഇറവാരും എല്ലാം കത്തി ഇറങ്ങുമ്പോൾ ഒരുത്തൻ ആ മുറിക്കകത്തിരുന്ന് പാള കൊണ്ട് വീശുന്നു, ചൂടാന്ന്. വേഗുന്ന വീടിനകമേ ഇരുന്ന് വിശ്രാന്തി തേടുന്നു വിവേകഹീനൻ. പെര കത്തിക്കൊണ്ടിരിക്കുക, അവൻ അതിന് പാള മുറിച്ച് വീശിയാൽ വല്ലതും ഉഷ്ണം മാറുമോ? നീ ചെയ്യേണ്ട കാര്യം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടണം. മനസ്സിലായി കാണും. രക്ഷിക്കപ്പെട്ടവൻ രക്ഷിക്കപ്പെട്ട അവിടെ തന്നെ നിൽക്കരുത്, നീ മിശ്രയും വിടണം. അപ്പൊ ശ്രദ്ധിക്കുക, ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത് അത് പറഞ്ഞങ്ങ് നിർത്തുക. അപ്പൊ ഈ മിശ്രയീമിൽ ഇവര് ജീവിച്ചു, രക്ഷിക്കപ്പെട്ടു, മിശ്രയും വിട്ടു. മിശ്രയും വിട്ട് മുമ്പോട്ട് വന്ന് ചെങ്കടൽ കടന്നു. വാക്യങ്ങളെല്ലാം എടുപ്പിക്കുന്നില്ല, അറിവുള്ള ഭാഗമാണ് ചെങ്കടല്. സ്നാനം കൊരിന്ത്യാലേഖനോ റോമാലേഖനോ പത്രോസിന്റെ ലേഖനം എല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് പിടിച്ചാൽ ഇത് സ്നാനത്തിനൊരു മുൻകുറിയാണ്. എങ്ങനത്തെ സ്നാനം? വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. തളിക്കാനൊന്നും വേറെ പുസ്തകത്തിൽ വാക്യമില്ല, കുടയാൻ വാക്യമില്ല, ഇങ്ങനെ മെഴുക്കിയെടുക്കാൻ വേറെ പുസ്തകത്തിൽ വാക്യമൊന്നുമില്ല. യേശുവിനെ കൊണ്ടുപോയത് സ്നാനപ്പെടുത്താനേ, ബാബോ കരയരുതേ, സ്നാനപ്പെടുത്താം, അങ്ങനൊന്നും അല്ല. യേശു നടന്നു വന്നെന്നാണ് എഴുതിയേക്കുന്നത്. വിശ്വസിക്കാൻ പ്രാപ്തിയുള്ളവരും പ്രായമുള്ളവരും യോഗ്യമായവരെ സ്നാനപ്പെടുത്തണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ചെങ്കടൽ കടന്നു, അത് സ്നാനമാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ടു കുഞ്ഞാടിന് അകത്ത്, ചെങ്കടൽ കടന്നു, സ്നാനം. ചെങ്കടൽ കടന്ന് അക്കരെ കയറി കഴിഞ്ഞപ്പോഴാ തപ്പെടുത്ത് നൃത്തം ചെയ്ത് ഇവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ചത്. അർത്ഥം ഇത്രയേ ഉള്ളൂ, 430 വർഷം ഇസ്രായേലിൽ കടന്നിട്ട് ഒറ്റ ദിവസം പോലും ആരാധിച്ചൊന്നൊരു വാക്യമില്ല. ശാപ്പാട് കഴിച്ചെന്ന് ഇഷ്ടം പോലെ വാക്യമുണ്ട്, ആരാധിച്ചൊന്നൊരു വാക്യമല്ല. പിന്നെ ആരാധിച്ചത് എപ്പോഴാ? രക്ഷിക്കപ്പെട്ട് ചെങ്കടൽ സ്നാനപ്പെട്ട് അക്കരെ കയറി കഴിഞ്ഞപ്പോഴാണ് ആരാധിച്ചത്. ആ ആരാധനയാണ് ദൈവത്തിന് പ്രസാദമുള്ള ആരാധന. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരോട് പറയാ, രക്ഷിക്കപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് മറുകര കയറി ആരാധിക്കുന്ന ആരാധനയിലാണ് ദൈവപ്രസാദം വെളിപ്പെടുന്നത്. ഇന്ന് രാത്രി ആ ആരാധനയ്ക്കായി ജനത്തെ ദൈവം ഒരുക്കട്ടെ, കൂടപ്പെട്ടവരെ ദൈവം ഒരുക്കട്ടെ, ദേശത്തെ ദൈവം ഒരുക്കട്ടെ. ആമൻ കുഞ്ഞാട് അറക്കപ്പെട്ടു, ആ കുഞ്ഞാടിന്റെ യോഗ്യത, ആമൻ അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ചിന്തി. ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് നമ്മുടെ നടുവിൽ ആമൻ വെളിപ്പെടുന്ന ദൈവമാണ്. കർത്താവിന് മഹത്വം. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാകുന്ന ദൈവമാണ്. ദൈവത്തിന് മഹത്വം. അവിടുന്ന് ജയം പ്രാപിച്ച ദൈവമാണ്. ഇന്ന് രാത്രി ആ കർത്താവിനെ നന്ദിയോടെ നമുക്ക് ആരാധിക്കാം. എല്ലാവരും അല്പസമയങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, യേശു വരാറായി. ഇനി എത്രയും അല്പകാലം കണ്ടിട്ട് വരുവാനുള്ളവരും വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അതിന്റെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എടുക്കപ്പെടുന്നത് ആരാ? രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് അന്യഭാഷാ ഭാഷണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ചില പ്രിയപ്പെട്ടവർ പറയുന്നത് അന്യഭാഷ ഇല്ലെന്നാ, നിന്നു പോയെന്നാ. ഞാൻ തർക്കിക്കുന്നില്ല, തർക്കിക്കാനുള്ള സമയമല്ല. ഒരു കാര്യം സാവധാനത്തോടെ പറയട്ടെ, നിന്നിട്ടില്ല. തർക്കിക്കാൻ തുടങ്ങിയാൽ എല്ലാവർക്കും വാക്യമുണ്ട്.
ഗുരുവും ശിഷ്യനും കൂടെ തർക്കിച്ച് അവസാനം ശിഷ്യൻ കുമ്പനാട് കണ്ണനം നടത്തുമ്പോൾ ഗുരു ആറാട്ടുപുഴ കണ്ണനം നടത്തും. പിന്നെയും ഗുരു ആറാട്ടുപുഴ കണ്ണനം നടത്തുമ്പോൾ ശിഷ്യൻ കുമ്പനാട് കണ്ണനം നടത്തും. പിന്നെ രണ്ടുപേരും മാറി മാറി കണ്ടിക്കും. അവസാനം പിന്നെ KG തോമാച്ചനാണെന്ന് തോന്നുന്നു ആരോ പറഞ്ഞു, മതി നിർത്തേ. കണ്ണിക്കാൻ തുടങ്ങി ആ രണ്ടു കൂട്ടർക്കും വാക്യമുണ്ട്, ഇഷ്ടം പോലെ വാക്യമുണ്ട്. ഇത് അനുഭവിക്കുന്നതാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുക. അന്യഭാഷ നിന്നിട്ടില്ല. ഇത് ദൈവത്തിന് തരുന്ന ദാനമാണ്. അത് ദൈവത്തോട് സംസാരിക്കുക, ആത്മാവിൽ സംസാരിക്കുക. അവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുക. അതുകൊണ്ട് ഞാൻ തർക്കിക്കാനും കണ്ണിക്കാനുമില്ല, പ്രാർത്ഥിക്കുക. ഇത് ആരുടെയും കുത്തകയല്ല, ദൈവം തരുന്നതാ. ദൈവം നിന്റെ മേലും പകരും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവ് വരാറായി. പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, ആത്മസ്നാനം പ്രാപിക്കണം, തിരുമേശ കെടുക്കണം, വേർപാട് പാലിക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം. അവരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ഇന്ന് രാത്രി കർത്താവിന്റെ വരവിനായി നമ്മെ ഒന്ന് സമർപ്പിക്കാം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്. ഇതുവരെയും യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി സ്നേഹിത, സുഹൃത്ത്, മാതാവേ, സഹോദരി, പിതാവേ, നിനക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. അവിടുത്തെ തിരുരക്തത്താൽ നിന്റെ സകല പാപങ്ങളും മോചിക്കപ്പെടും. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ പാപം മോചിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണം, എന്നെ അങ്ങയുടെ മകനാക്കി മകളാക്കി തീർക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായി യേശു നിന്നെ രക്ഷിക്കും. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഇതുവരെ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി തീരുമാനിക്കണം, കർത്താവേ, അങ്ങയുടെ കൽപ്പന അനുസരിക്കുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. നാളെ ഒരു അവസരം എനിക്ക് തന്നാൽ കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ സമർപ്പിച്ച് സാക്ഷിച്ച പ്രിയപ്പെട്ടവർ ആത്മസ്നാനം പ്രാപിക്കാത്തവരാണെങ്കിൽ കണ്ണിക്കാനും വാദിക്കാനും പോകാതെ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ, ഇത് സത്യമാണെങ്കിൽ, ഇത് അങ്ങ് പകരുന്നതാണെങ്കിൽ എൻ്റെ മേലും പകരണം, ഈ മൺകൂടാരത്തിൽ പകരണം. പ്രാർത്ഥിക്ക്, ദൈവം നിന്നെ ആത്മാവിൽ നിറയ്ക്കും. വേർപാട് പാലിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് തിരുമേശകെടുത്ത് വിശ്വസ്തരായി ജീവിക്കുവാൻ, കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആരും മൗനമായിരിക്കാതെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. യേശു വരാറായി. എല്ലാവരും ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം.